നന്ദി. എന്റെ കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. നമുക്കിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. നമ്മൾ നന്ദി പറയണം കേട്ടോ ദൈവത്തോട്, കേട്ടോ, ദൈവത്തോട് നന്ദി പറയണം. അത് ചിലപ്പോൾ ഒരു പക്ഷേ രോഗം കിട്ടിക്കോട്ടെ, അല്ലെങ്കിൽ സന്തോഷമായിക്കോട്ടെ, ഇനി ഒന്നും കിട്ടിയില്ലെങ്കിലും ദൈവത്തിന് നന്ദി പറയണം. കാരണം എന്താ, ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യം, എപ്പോഴും ആവർത്തന വിരസതയായിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല, എപ്പോഴും പറയും ദൈവത്തിന് എന്തുണ്ട്, ഒരു സമയമുണ്ട്, ദൈവത്തിനൊരു സമയമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദൈവത്തിന് നമ്മുടെ ജീവിതം കൊണ്ടൊക്കെ ദൈവത്തിന് നന്ദി പറഞ്ഞു. നമ്മളത് ചിന്തിക്കും, ആ കാര്യം നമ്മൾ ചിന്തിക്കും. ഞാൻ ഈ ദിവസങ്ങളിൽ ഈ വചന ശുശ്രൂഷിക്കേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ഞാൻ കേട്ട, ഇതിനു മുമ്പ് ഇതേപോലെ ഓരോ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കേട്ടിട്ട് എനിക്കത് കാണാതെ അറിയില്ല, പക്ഷെ എനിക്ക് ആ പ്രാർത്ഥന അങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ആ പ്രാർത്ഥന, എനിക്ക് ഈ ഒരു പുസ്തകം, ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു പ്രാർത്ഥന പുസ്തകത്തിൽ ആ ഒരു പ്രാർത്ഥന കണ്ടു. നമുക്കത് ആ ഒരു പ്രാർത്ഥന ഏറ്റുചൊല്ലാം. പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു മനോഹരമായൊരു പ്രാർത്ഥനയാണ്. ഞാൻ ആ പ്രാർത്ഥന ചൊല്ലും, നമുക്കെല്ലാവർക്കും ആ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. പരിശുദ്ധാത്മാവേ വരണമേ, അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. നമുക്കൊരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ നമുക്ക് ചോദിക്കുക. അതാണല്ലോ പരിശുദ്ധ, അല്ലേ, എന്താ പറയുന്നേ, പരിശുദ്ധാത്മാവേ വരണമേ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥന ചൊല്ലുന്നത് ഇല്ലേ. എന്നിട്ട് പരിശുദ്ധ മറിയത്തിൻ്റെ കൂട്ടുപിടിക്കുക, പരിശുദ്ധാത്മാവ് ലഭിക്കാൻ വേണ്ടി പരിശുദ്ധ മറിയത്തിൻ്റെ കൂട്ടുപിടിക്കുക. നമുക്ക് ആ പ്രാർത്ഥന ഒരിക്കൽ കൂടെ നമ്മൾ ഏറ്റുചൊല്ലാം. പരിശുദ്ധാത്മാവേ വരണമേ, അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തിയേറെ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ, ഞങ്ങളിൽ വന്ന് വസിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവ് ലഭിക്കാൻ പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിക്കുന്ന എന്തിനാ? ഈ പ്രാർത്ഥനയിൽ അതല്ലേ കാണിക്കുന്നേ, അല്ലേ? പരിശുദ്ധാത്മാവ് വരണമേ എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ പറയുന്നേ? അവിടുത്തെ ഇഷ്ടദാസിയായ, അല്ലേ, നിന്റെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തിയേറിയ മാധ്യസ്ഥത്താൽ, അതായത് പരിശുദ്ധ അമ്മയുടെ ശക്തിയേറിയ അപേക്ഷയാൽ പരിശുദ്ധാത്മാവേ എൻ്റെ മേൽ വന്ന് നിറയണമേ. അതെന്തിനാ അമ്മയുടെ കൂട്ടുപിടിക്കുന്നത്? പരിശുദ്ധാത്മാവ് ലഭിക്കാൻ. പരിശുദ്ധാത്മാവിനോട് നമുക്ക് നേരിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ, കിട്ടും. പരിശുദ്ധാത്മാവേ വരണമേ എന്ന് നമ്മൾ നേരിട്ട് പ്രാർത്ഥിച്ചാലും പരിശുദ്ധാത്മാവ് കിട്ടും. എന്നാൽ പോലും ഈ ഒരു പ്രാർത്ഥന ഇങ്ങനെ സഭ എന്തിനാ ഇങ്ങനൊരു പ്രാർത്ഥന അനുവദിച്ചേ?
എന്തുകൊണ്ടായിരിക്കാം? പറഞ്ഞോ. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭിണിയായി, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ എന്താ? ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ സിസ്റ്റർ എന്നോടൊരു 1000 രൂപ കടം ചോദിച്ചു. സാറിന് ചോദിക്കാറില്ല, ഞാൻ അങ്ങോട്ടേ ചോദിക്കാറുള്ളൂ, ഇങ്ങോട്ട്, അല്ലേ? ഒരു 1000 രൂപ സിസ്റ്റർ എന്നോട് ചോദിച്ചു. അച്ഛാ, ഒരു 1000 രൂപ എടുക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ തരണേ. ഉണ്ടോന്നല്ല, ഒരു 1000 രൂപ തരണേ. സിസ്റ്റർ അത് എന്നോട് ചോദിക്കണമെങ്കിൽ സിസ്റ്ററിൻ്റെ ഉള്ളിലെ ഒരു 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 എന്താ പറയുന്നത്, ഒരു വിശ്വാസം എന്താ, ഒരു എന്താ, എൻ്റെ കയ്യിൽ 1000 രൂപ ഉണ്ട്, ഇല്ലേ? 1000 രൂപ ഉണ്ട് കേട്ടോ. ഇല്ല കേട്ടോ, ഇത് വേറെ ഇല്ലേ? ചില സിനിമകളൊക്കെ കാണുന്നതിന് മുമ്പ് തുടക്കത്തിൽ എഴുതി കാണിക്കത്തില്ലേ, ഇതിലെ കഥാപാത്രങ്ങളും സാഹചര്യങ്ങളും സാങ്കല്പികം മാത്രമായിരിക്കും, ഇല്ലേ? സങ്കല്പമാണ്. സങ്കല്പിക്കുന്നതിന് വേറെ ചിലവൊന്നുമില്ലല്ലോ, അല്ലേ? അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ട്, അത് ഉള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ, നമ്മൾ പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിച്ച് പരിശുദ്ധാത്മാവിന് ചോദിക്കുന്നതിന് കാരണം എന്താ? പരിശുദ്ധ അമ്മയുടെ കയ്യിൽ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. അതാണ് എൻ്റെ ഉത്തരം, വേറൊന്നുമല്ല. പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയൂ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെ മറ്റുള്ളവർക്ക് പ്രാർത്ഥന കൊടുക്കാൻ കഴിയൂ. മനസ്സിലായോ? എൻ്റെ കയ്യിൽ പ്രാർത്ഥനയില്ല, എൻ്റെ കയ്യിൽ വിശ്വാസമില്ല, എൻ്റെ കയ്യിൽ വിശുദ്ധിയില്ല. ഞാൻ എത്ര തലകുത്ത് എന്ന് ശ്രമിച്ചാലും എനിക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ? ഇല്ലേ? പറ്റില്ല. എനിക്ക് പ്രാർത്ഥിക്കുക, എൻ്റെ ഉള്ളിൽ പ്രാർത്ഥന ഉണ്ടെങ്കിലേ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയൂ മറ്റുള്ളവർക്ക് വേണ്ടി. എൻ്റെ ഉള്ളിൽ എന്നിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ എനിക്ക് പരിശുദ്ധാത്മാവ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയൂ. പരിശുദ്ധ അമ്മയെ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ടല്ലോ ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയോട് പറയുന്നത് ലൂക്കായില്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ഇല്ലേ? നമ്മൾ ഒരിക്കലും ധ്യാനിച്ചപ്പോൾ കേട്ടാണ് പരിശുദ്ധാത്മാവ് വരുന്നതും പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുന്നത് രണ്ടാണ്, ഒന്നല്ല രണ്ടാണ്. അത് ഇനി വീണ്ടും അത് പറയുന്നില്ല, അത് രണ്ട് വിഷയമാണ്. മനസ്സിലായോ? അപ്പോൾ പരിശുദ്ധാത്മാവ് വരും, അത്യുന്നതന്റെ ശക്തി. അപ്പോൾ പരിശുദ്ധാത്മാവ് അമ്മയുടെ ഉള്ളിൽ വന്ന് വെറുതെ ഇരുന്നോ? ഇല്ല, അത് എന്ത് സംഭവിച്ചു? ശക്തിപ്പെട്ടു. അതാ പറഞ്ഞ രണ്ട് ചിന്തയാണ്. പരിശുദ്ധാത്മാവ് വരുന്നതും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറയുന്നതും രണ്ടാ. ഒരിക്കൽ ഞാൻ പറഞ്ഞുകൊണ്ടാണ് വീണ്ടും അത് പറയാത്തത് അങ്ങനെ. അപ്പോൾ ഈ അമ്മയിൽ പരിശുദ്ധ മറിയത്തിൽ പരിശുദ്ധാത്മാവ് വന്ന പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ നിന്നോ? ഇല്ല, അത് ശക്തി പ്രാപിച്ചു. ഉള്ളിൽ ശക്തി നിറഞ്ഞ, ഉള്ളിൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ അതായത് ഉള്ളിൽ ആത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞ പരിശുദ്ധ അമ്മ എവിടെ കടന്നു ചെന്നപ്പോഴും അവിടെ എന്ത് സംഭവിച്ചു? പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാവുകയാണ്, ഇല്ലേ? നമുക്കറിയാം, എലിസബത്തിനെ കാണാൻ പോകുമ്പോഴല്ലേ, എലിസബത്തിനെ കാണാൻ പോകുമ്പോൾ പരിശുദ്ധ അമ്മ എലിസബത്തിനെ കണ്ട് അമ്മയുടെ അഭിവാദനം സ്വീകരിച്ചപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. എലിസബത്ത് മാത്രമാണോ? ഉള്ളിലെ ശിശുവായ യോഹന്നാനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, ഇല്ലേ? പരിശുദ്ധ അമ്മ അപ്പോസ്തല പ്രവർത്തനത്തില് അവിടെ കർത്താവിന്റെ സ്ലീഹന്മാര് പന്തക്കോസ്ത ദിനത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി അവരെ ഒരുക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ ആ സാന്നിധ്യത്തിന്റെ മധ്യേ സ്ലീഹന്മാർ നിന്നപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. അഗ്നിനാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഈ സ്ലീഹന്മാരുടെ മേൽ വന്ന് ആവസിച്ചു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആത്മാവുള്ള ഈ അമ്മയ്ക്ക് മാത്രം അമ്മയ്ക്ക് ആത്മാവിനെ കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ മക്കളെ, നിങ്ങൾ കണ്ണും പൂട്ടി ഈ അമ്മയുടെ കൈ പിടിച്ചോണം, ഒരിക്കലും വിടരുത്. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് വേണം, പരിശുദ്ധാത്മാവിനോട് നേരിട്ട് ചോദിച്ചാലും കിട്ടും. പക്ഷേ നിങ്ങൾ എൻ്റെ മക്കളെ, പരിശുദ്ധാത്മാവ് ലഭിക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം ഈ അമ്മയെ കൂട്ടുപിടിക്കുക, ഈ പരിശുദ്ധ മറിയത്തെ കൂട്ടുപിടിക്കുക. അമ്മയിലുണ്ട്. അതുകൊണ്ട് അമ്മ പ്രാർത്ഥിച്ചു തന്നോളൂ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം.
നമ്മൾ നമ്മൾ ഇത് ചിന്തിക്കും, ഒരിക്കൽ കൂടെ ചിന്തിക്കും. നമ്മൾ പരിശുദ്ധ അമ്മയെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോടുള്ള ഒരു ദൈവ പൈതലിൻ്റെ സ്നേഹം വെളിപ്പെടുന്നത് ഏത് രൂപത്തിലാണ്? മനസ്സിലായോ? പരിശുദ്ധ അമ്മയോടുള്ള ഒരു വ്യക്തിയുടെ സ്നേഹം, ഇപ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മയെ ഇഷ്ടമാണെങ്കിൽ ആ അമ്മയോടുള്ള എൻ്റെ സ്നേഹം വെളിപ്പെടുന്നത് ഏത് രൂപത്തിലാണ്? ഉദാഹരണം പറഞ്ഞ് ഏത് പ്രാർത്ഥനയുടെ രൂപത്തിലാണ്? ഇനി ഉത്തരം പറ. ജപമാല. ജപമാല അല്ലേ? പരിശുദ്ധ അമ്മയെ ഇഷ്ടമുള്ള ഒരു വ്യക്തി ജപമാല ചൊല്ലാതിരിക്കില്ല അല്ലേ? ജപമാല. അതില്ലേ പരിശുദ്ധ അമ്മയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു മാർപ്പാപ്പ ഉണ്ടായിരുന്നു. ആരാ? വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇല്ലേ? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജപമാല ചൊല്ലി 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 നടക്കും. മനസ്സിലായോ? വിശുദ്ധ മദർ തെരേസ പരിശുദ്ധ മറിയത്തോട് ആഴമായ ഭക്തി ഉണ്ടായിരുന്ന ഒരു വിശുദ്ധയാ, ഒരു അമ്മയാ. ഈ അമ്മ ജപമാല ചൊല്ലി ചൊല്ലി നടക്കും. നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ വിശുദ്ധ മദർ തെരേസയോട് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കേ, ഈ പള്ളിയിൽ നിന്ന് താഴത്തെ പള്ളിയിലേക്കുള്ള ദൂരം എത്ര ആണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തായിരിക്കും മറുപടി കൊടുക്കുന്നത്? ഒരു 2 കിലോമീറ്റർ ഇല്ലേ? നിങ്ങളാണെങ്കിലും ഇല്ലേ? എന്നാൽ മദർ തെരേസയോടാണ് ഇത് ചോദിക്കുന്നതെങ്കിൽ അമ്മ പറയുന്ന ഉത്തരം എന്താ അറിയോ? ഒരു ജപമാലയുടെ ദൂരം. ഒരു ജപമാലയുടെ ദൂരം എന്ന് പറയൂ. കാരണം എന്താ? ആ മടത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴേ കൊന്ത കൈ പിടിക്കും. മടത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴേ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി അങ്ങ് പോകും. അപ്പോൾ ഈ അമ്മയ്ക്കറിയാം, മദർ തെരേസയ്ക്ക് അറിയാം, ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകാനുള്ള ദൂരം എത്ര? അത് ഇത്ര ജപമാല. അത് അമ്മയോടുള്ള സ്നേഹം കൂടുമ്പോഴേ നമുക്ക് ജപമാല പിടിക്കാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അപ്പോൾ ഞാൻ പറയുകയാണ്, പരിശുദ്ധ മറിയത്തോടുള്ള ഈ സ്നേഹത്തിൻ്റെ പരിശുദ്ധ മറിയത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതൽ ചൊല്ലുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ജപമാല പ്രാർത്ഥന ആരോടുള്ള പ്രാർത്ഥനയാണ്? ജപമാല പ്രാർത്ഥന ആരോടുള്ള പ്രാർത്ഥന? അങ്ങനെയാണെങ്കിൽ ആരോടുള്ള പ്രാർത്ഥനയാ? പറഞ്ഞോ, നിങ്ങൾ ഉറക്കെ പറഞ്ഞോ, കുഴപ്പമില്ല. ആരോടുള്ള പ്രാർത്ഥനയാ? ജപമാല പ്രാർത്ഥന ആരോടുള്ള പ്രാർത്ഥനയാ? ഏതാ? പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന ആണോ? ഞാൻ പറയാല്ലെന്ന്. യേശുവിനോടുള്ള പ്രാർത്ഥന എന്നാണ് ഇതിന് പറയാൻ ഏറ്റവും നല്ലത്. പരിശുദ്ധ അമ്മയോട് വിശുദ്ധരോട് നമ്മൾ പ്രാർത്ഥിക്കുവാണോ? അല്ല, മാധ്യസ്ഥം അപേക്ഷിക്കുക ഇല്ലേ? അത് പിന്നൊരിക്കലും വിശുദ്ധരെ പറ്റി പറയുമ്പോൾ ഞാൻ കുറച്ചും കൂടെ വ്യക്തമാക്കാം. പരിശുദ്ധ അമ്മയോട് അല്ലെ മറ്റ് വിശുദ്ധരോട് നമ്മൾ മാധ്യസ്ഥം അപേക്ഷിക്കുക, അവരോടൊരിക്കലും നമ്മൾ പ്രാർത്ഥിക്കുകയല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ജപമാല പരിശുദ്ധ അമ്മയാണ് ജപമാല പ്രാർത്ഥന ചൊല്ലുന്ന ഒരു ദൈവ പൈതൽ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിൽ നിന്ന് ചൊല്ലുമ്പോൾ ഈ ജപമാല പ്രാർത്ഥന ഈശോയോടുള്ള പ്രാർത്ഥനയാ. മനസ്സിലായോ? ഞാൻ പറഞ്ഞുതരാം. അതായത് ജപമാലയിൽ എത്ര ദിവ്യരഹസ്യമുണ്ട്? ജപമാല എത്ര ഭാഗമായിട്ടുണ്ട്? ദിവ്യരഹസ്യം എന്നല്ലേ പറയുന്നേ? എത്ര? 5 4 സന്തോഷം, പ്രകാശം, ദുഃഖം, മഹത്വം. 4 എണ്ണമുണ്ട് ഇല്ലേ? ജപമാല രഹസ്യം രഹസ്യം ഇരുന്നോട്ടെ. രഹസ്യം ദിവ്യം എന്ന് വേണ്ട, അത് പറഞ്ഞപ്പോഴാണല്ലോ തെറ്റിപ്പോയത്. ജപമാല എത്ര രഹസ്യമുണ്ട്? 4 രഹസ്യം. സന്തോഷം, പ്രകാശം, ദുഃഖം, മഹത്വം. ആ ഓർഡർ അനുസരിച്ച് വരുവാണെങ്കിൽ ഇതിൽ ഓരോന്നിലും എത്ര രഹസ്യമുണ്ട്? 5 വീതം. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര? ഇന്ന് കണക്ക് പഠിപ്പിച്ചിട്ടേ പോകുന്നുള്ളു. എത്ര? അമ്മാമ്മയുടെ ജപമാല മുത്തിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്നത് 20 എണ്ണമുണ്ട് ഇല്ലേ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം മക്കളെ, ഈ 20 എണ്ണത്തിൽ ആകെ 2 എണ്ണം മാത്രമേ നേരിട്ട് പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധപ്പെടുന്നുള്ളൂ. ബാക്കി 18 ഈശോയുടെ ജീവിതമായിട്ടാണ്. അങ്ങനെ നീ ആ 2 എണ്ണം ഏതൊക്കെയാ? സന്തോഷവും ഞാൻ നോക്കാം. അങ്ങനല്ലേ പറഞ്ഞേ?
5 രഹസ്യം, ഓരോന്നിലും 4 രഹസ്യം, എനിക്കും തെറ്റുവാന്നല്ലോ കർത്താവേ, 4 രഹസ്യം, 4 എണ്ണത്തിൽ ഓരോന്നിലും 5 എണ്ണം ഉണ്ട്. ഈ 4 20. അതിൽ 18 എണ്ണം ഈശോയുടെ സംഭവങ്ങളെ പറ്റിയാ, 2 എണ്ണം മാത്രമേ ഉള്ളൂ മറിയവുമായിട്ട് നേരിട്ട് സൂചിപ്പിക്കുന്നത്. ആ 2 എണ്ണം ഏതൊക്കെയാ? സന്തോഷത്തിലല്ല, ക്ലൂ തരാം, മഹത്വത്തിലുണ്ടത്. ഏതൊക്കെ 4 5 പണ്ടില്ല ഒരു പള്ളി പറഞ്ഞില്ലേ, കുരിശിന്റെ വഴിയിലെ 6ാമത്തെ സ്ഥലം. ഇങ്ങനെ നോക്കുക, പെട്ടെന്ന് വെച്ചപ്പോൾ 6 ഏതാണെന്ന് അറിയത്തില്ല. അതേപോലെ 4 5 കുന്തിരിക്കപ്പെട്ടോ? അതായത് പരിശുദ്ധ മറിയം സ്വർഗാരോപണം ചെയ്യുന്നു ഇല്ലേ? നമ്മൾ ഓഗസ്റ്റ് 15 അതാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് അല്ലേ? പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണവും പിന്നീട് എന്താ, പരിശുദ്ധ അമ്മയെ ത്രിലോക രാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെടുന്നു. ഇത് 2 മാത്രമേ ഉള്ളൂ അമ്മയുമായിട്ട് നേരിട്ട് ബന്ധമുള്ളത്. ബാക്കി 18 യേശുവിന്റെ ജീവിതത്തെ സൂചിപ്പിക്കുന്നത്. സന്തോഷം എടുക്ക്, സന്തോഷത്തിന്റെ ദിവ്യരഹസ്യങ്ങളിൽ ഇല്ലേ എന്താ പറയുന്നത്? പരിശുദ്ധ അമ്മയ്ക്ക് പിന്നെ ഗബ്രിയേൽ മാലാഖയുടെ ദൂത് ലഭിക്കുക, നിന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കും, ഈശോ ജനിക്കും. യേശുവിനെ പറ്റി പറയുക ഇല്ലേ? ഇനി എലിസബത്തിനെ കാണാൻ പോകുമ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ഇല്ലേ? അപ്പൊ അവിടെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത്. ഇനി അടുത്ത 3ാമത്തത് യേശുവിന്റെ ജനനം, ഈശോ ജനിക്കുക. 4ാമത്തത് യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നു. 5ാമത്തത് യേശുവിന് ഇല്ലേ യേശുവിനെ കാണാതെ പോയിട്ട് 3ാം ദിവസം കിട്ടുന്നു. അപ്പോൾ കണ്ടില്ലേ, അതിലൊന്നും പരിശുദ്ധ അമ്മയ്ക്കൊരു പ്രാധാന്യം അതിൽ കൊടുക്കുന്നില്ല. എൻ്റെ മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അപ്പോൾ തോന്നാം പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ ജപമാല പ്രാർത്ഥനയിലൂടെ ഒരു വില കൊടുക്കുന്നില്ലേ? ഇല്ലേ? കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നറിയാമോ? പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ വില കൊടുക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? ഇത്രയേ ഉള്ളൂ. ഉദാഹരണം പറയാം. അതായത് ഇപ്പോൾ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വാക്കനുസരിക്കുമ്പോൾ, നിങ്ങളുടെ മക്കൾ നിങ്ങൾ പറയുന്നത് അനുസരിച്ച് ജീവിക്കുവാണെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വില തരുമല്ലേ? ഇല്ലേ? അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ ജപമാല പ്രാർത്ഥനയിലൂടെ നമ്മൾ യേശുവിൻ്റെ സംഭവങ്ങളാണ് കൂടുതൽ ഓർക്കുന്നത്. മറിയത്തിനാകെ 2 എണ്ണേ നേരിട്ട് ഓർക്കുന്നുള്ളൂ. പക്ഷേ എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ അമ്മയെ നമ്മൾ വിലയില്ലാതായി കാണുമല്ല. പിന്നെയോ, ഈ അമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് ദൈവ പൈതലായ ഞാൻ അനുസരിച്ച് എൻ്റെ അനുസരണയിലൂടെ ഈ അമ്മയ്ക്ക് ഞാൻ വില കൊടുക്കുക. ഹല്ലേലൂയ. ഇനി ഞാൻ പറഞ്ഞുതരാം ഈ അമ്മ എന്താണ് പറഞ്ഞതെന്ന്. അമ്മ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അതായത് അമ്മ പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യം ഒന്നെടുക്കാമോ? യോഹന്നാൻ 2:5 ബൈബിളുണ്ടോ? അവിടെ കാനായിലൊരു കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു പോകുമ്പോൾ അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, ചെയ്യുവിൻ. അപ്പൊ അമ്മ എന്താ പറഞ്ഞത്? പരിചാരകരോട് പറയാണ്, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ഈ അമ്മ അവനെന്ന് ഉദ്ദേശിച്ചത് ആരെയാ? യേശുവിനെ. അപ്പോൾ അമ്മ അവരോട് പറയുന്നത് എന്താ? യേശു പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. ഇതാണ് അമ്മ നമ്മളോട് പറയുന്നത്. മനസ്സിലായോ? പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത് എന്താ? എൻ്റെ മക്കളെ, ഈശോ പറയുന്നത് നീ കേൾക്ക്, ഈശോയെ നീ അനുസരിക്കുക, എൻ്റെ മകനെ നീ അനുസരിക്കുക. അപ്പോൾ ഈ അമ്മ പറഞ്ഞത് കേട്ടുകൊണ്ട് ഒരു ജപമാല പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഒരു പൈതൽ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ നാഴികക്കല്ലിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് പരിശുദ്ധ അമ്മയ്ക്ക് വില കൊടുക്കുന്നില്ല. ജപമാല പ്രാർത്ഥന എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയാണ്. പക്ഷെ അമ്മയ്ക്ക് വില കൊടുക്കുന്നില്ല, യേശുവിനാണ് വില കൊടുക്കുന്നത് എന്ന് അറിവില്ലാത്തവർ പറയുമ്പോൾ, അറിവുള്ള നീ ജപമാല പിടിച്ചുകൊണ്ട് പറയണം, ഞാൻ അമ്മയ്ക്ക് വില കൊടുക്കാതിരിക്കുകയില്ല. പിന്നെയോ, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഈ മറിയം പറഞ്ഞു, അവൻ പറയുന്നത്, യേശു പറയുന്നത് കേൾക്കാനാണ് പറഞ്ഞത്. ഞാൻ അതാ ചെയ്ത് കാണിക്കുന്നത്. എൻ്റെ അമ്മ, ഈ മറിയം പറഞ്ഞത് ഞാൻ കേട്ട് യേശുവിനെ ആരാധിക്കുമ്പോൾ, ജപമാലയിലൂടെ യേശുവിൻ്റെ ജീവിതത്തിലെ സംഭവത്തിലൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ, ഈ അമ്മ പറഞ്ഞത് ഞാൻ അനുസരിച്ചുകൊണ്ട് ഈ അമ്മയ്ക്ക് ഞാൻ വില കൊടുക്കുക. ഹല്ലേലൂയ. മനസ്സിലായോ? ജപമാല പ്രാർത്ഥനയിലൂടെ നമ്മൾ യേശുവിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുക. പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് നമ്മൾ വില കൊടുത്തുകൊണ്ട്, കേട്ടോ, അമ്മയ്ക്ക് നമ്മൾ വില കൊടുത്തുകൊണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധ മറിയം നമ്മളോട് പറയുന്ന ഇതാ, അവൻ പറയുന്നത് ചെയ്, യേശു പറയുന്നത് ചെയ്.
യേശു പറഞ്ഞതാണ് മക്കളെ ഈ പുസ്തകം. യേശു പറഞ്ഞതാണ് ഈ പുസ്തകം, ഈ പുസ്തകത്തിലുള്ളത്. ഇതങ്ങ് അനുസരിക്കാൻ തയ്യാറാണോ? അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നീ യേശുവിനെ അനുസരിക്കുന്നതോടൊപ്പം ഈ മറിയത്തിന് നീ വില കൊടുക്കുക. ഇനി രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ടാമത് ഇവിടെ അതായത് കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ആ വീട്ടുടമസ്ഥർ, വചനം ആരംഭിക്കുന്ന എങ്ങനെയാ? യോഹന്നാൻ 2 ആരംഭിക്കുന്ന എങ്ങനെയാ? 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ആ കല്യാണ വീട്ടിൽ ഈശോ ഉണ്ട് അവിടെ, മറിയവും ഉണ്ട്. ഈ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈ വീട്ടുകാർ, നിങ്ങൾ അങ്ങനെ ഒന്ന് സങ്കല്പിക്കുക, ആ വീട്ടുകാർ ഒരു പക്ഷേ മറിയത്തോട് പറഞ്ഞു കാണും, ഇല്ലേ? മോളെ മറിയം, ഞങ്ങളുടെ വീഞ്ഞ് തീർന്നു, ഇനി എന്നാ ചെയ്യും, ഇല്ലേ? പറഞ്ഞു കാണും. എൻ്റെ ഒരു ചിന്ത പറയട്ടെ, അവർ യേശുവിനോട് ഇത് പറഞ്ഞു കാണത്തില്ല, മറിയത്തോടായിരിക്കാൻ പറഞ്ഞത്. മറിയത്തോട് പറഞ്ഞു. അപ്പോഴാണ് മറിയം എന്ത് ചെയ്യുന്നത്? യേശുവിനോട് ഇത് പറയും, ഇല്ലേ? വീട്ടുകാർ മറിയത്തോട് പറഞ്ഞു, മറിയം യേശുവിനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു എന്താ പറഞ്ഞത്? സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്, ഇല്ലേ? അതിനൊക്കെ വേറെ വ്യാഖ്യാനങ്ങളുണ്ട്, നമ്മൾ അതിലേക്ക് പോകുന്നില്ല, ഇല്ലേ? ഞാൻ പറഞ്ഞു തരുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് മറിയം ഇതിലൂടെ, ഈ ഒരു സംഭവത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. മനസ്സിലായോ? അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ, ഇല്ലേ? ആ ഒരൊറ്റ വാക്കിലൂടെ ദൈവത്തെയാണ് മറിയം മഹത്വപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ വീട്ടുകാർ മറിയത്തോടാണോ പറഞ്ഞത്? മറിയത്തോട് പറഞ്ഞില്ലേ വീഞ്ഞ് ഇല്ല? പറഞ്ഞു കാണും. മറിയം അത് യേശുവിനോട് പറഞ്ഞു. യേശുവിനോട് പറഞ്ഞിട്ട് മറിയത്തിന് വേണമെങ്കിൽ യേശുവിനോട് പറഞ്ഞു. അതിനുശേഷം മറിയം വീട്ടുകാരോട് പറയുകയാണ്, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവേൻ. മറിയത്തിന് വേണമെങ്കിൽ ഇത് പറയാതെ മറ്റൊരു രീതിയിൽ ഇതിനെ പറയാം. ശ്രദ്ധിക്കണേ, വീഞ്ഞു തീർന്നു, വീട്ടുകാർ മറിയത്തോട് പറഞ്ഞു കാണും, ഞങ്ങൾക്ക് വീഞ്ഞ് തീർന്നു പോയി. മറിയം അത് യേശുവിനോട് പറഞ്ഞു, ബൈബിളിലുണ്ടല്ലേ, യേശുവിനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. അപ്പോൾ യേശു അതിന് തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മറിയം നേരെ തിരിച്ച് വീട്ടുകാരുടെ അടുക്കിലേക്ക് വരുന്നു. അടുക്കിലേക്ക് വന്നിട്ട് മറിയം പറയുകയാണ്, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവേൻ. പക്ഷെ മറിയത്തിന് വേറെ രീതിയിൽ ഇത് പറയാം. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും നമ്മുടെ അരമനയിൽ ഒരു ജോലി വേണമെന്ന് വെച്ചോ. അരമനയിലാണെങ്കിൽ, അരമനയിൽ വേണമെന്നില്ല, നമ്മുടെ സഭയുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ, ഒരു സ്കൂളായിക്കോട്ടെ, കോളേജ് ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു ജോലി, നിങ്ങളുടെ മക്കൾക്ക് ഒരു ജോലി വേണം. അവിടെയാണെങ്കിൽ ഇപ്പോൾ വേക്കൻസി ഇല്ല. പക്ഷേ നിങ്ങളുടെ കൊച്ചിനൊരു ജോലിയും വേണം. കാരണം കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു, ജോലി കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ആകെ ഒരു വഴിയെന്ന് പറഞ്ഞാൽ സഭയുടെ ഏതെങ്കിലും സ്ഥാപനത്തിലൊരു ജോലി, ചെറുതെങ്കിലും ജോലിക്ക് കയറുക. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും സഭയുടെ ഒരു സ്ഥാപനത്തിൽ നിങ്ങളുടെ കൊച്ചിനൊരു ജോലി വേണമെങ്കിൽ നിങ്ങൾ ആദ്യം ആരെ കാണും? മുറുക്കാൻ കട നടത്തുന്ന പപ്പുചേട്ടനെ കാണുമോ? വികാരി അച്ഛനെ കാണും. വികാരി അച്ഛൻ അപ്പോൾ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം ജെന്യുവിനാണ്, ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കി വികാരി അച്ഛൻ, ഞാനല്ല, വേറെ വികാരി അച്ഛൻ കേട്ടോ, വേറെ വികാരി അച്ഛൻ നേരെ അരമനയിൽ പോയി ഈ കാര്യം പിതാവിനോട് ഉണർത്തിക്കും. പിതാവേ, ഇങ്ങനൊരു കുടുംബം എൻ്റെ പള്ളിയിലുണ്ട്, അവർ സാമ്പത്തികമായിട്ട് കുറച്ച് പ്രയാസത്തിലാണ്, ഒരു മകനുണ്ട്, മകൻ പള്ളിയായിട്ടൊക്കെ ചേർന്ന് നിൽക്കുക. ആ പള്ളി കണ്ടിട്ട് തന്നെ മാസങ്ങളായി, എന്നാൽ പോലും പറയും അവൻ പള്ളിയായിട്ട് ചേർന്ന് നിൽക്കുന്നവനാ, അല്ലേ? പിതാവിന് നമ്മുടെ ഏതെങ്കിലും സ്ഥാപനത്തിൽ, കോളേജിലോ സ്കൂളിലോ അങ്ങനെ ഇപ്പോൾ പഠിപ്പൊക്കെ ഉണ്ട്, ഒന്ന് ജോലി കൊടുക്കാമോ? അപ്പോൾ പിതാവ് പറയും, ഓക്കെ അച്ഛാ, എന്നാൽ അവരോട് എന്നെ വന്ന് കാണാൻ പറ. ഇതെന്നോട് പറഞ്ഞു. ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ എങ്ങനെയായിരിക്കും പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? ഞാനിത് നിങ്ങളോട് പറയുക എങ്ങനെ പറയും? ഞാൻ പിതാവിനെ കണ്ടു, പിതാവിനോട് ഞാൻ സംസാരിച്ചു, ഇല്ലേ? പിതാവ് നിങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ പിതാവിനെ കണ്ടു, ഞാൻ പിതാവിനോട് സംസാരിച്ചു, ഇല്ലേ? അപ്പോൾ പിതാവ് സമ്മതിച്ചു, ഇല്ലേ? ഞാൻ സംസാരിച്ചപ്പോൾ പിതാവ് സമ്മതിച്ചു, നിങ്ങൾ വന്ന് കാണാൻ പറഞ്ഞു. നിങ്ങൾ പോയി കണ്ടു, ജോലി കിട്ടിയെന്ന് വെച്ചോ, കിട്ടി. നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്?
ജോലി കൊടുത്ത പിതാവിനെ പറ്റിയാണോ കൂടുതൽ പറയുന്നത്, അതോ ഇതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട വികാരിയച്ഛനെ കുറിച്ചാണോ കൂടുതൽ പറയുന്നത്? വികാരിയച്ഛനെ കുറിച്ച് എന്താ പറയുന്നത്? പിതാവ് ജോലി കൊടുത്തതാണോ? അല്ല, ഞങ്ങളുടെ വികാരിയച്ഛൻ പൊരിവെയിലത്ത് ഇവിടുന്ന് 2 വീലർ ഓടിച്ച് അവിടം വരെ പോയി കഷ്ടപ്പെട്ട് പിതാവിൻ്റെ അപ്പോയിൻമെൻറ്റ് ഇല്ലാഞ്ഞിട്ട് മുറിയുടെ മുമ്പിൽ കാത്തിരുന്ന്, ഇല്ലേ, പിതാവിനെ കണ്ട് കാല് പിടിച്ച്, ഇല്ലേ, അങ്ങനെയൊന്നും പറയത്തില്ല, എന്നാൽ പോലും ഇല്ലേ, പിതാവിനെ കണ്ട് ഞങ്ങളുടെ അച്ഛൻ, ഞങ്ങളുടെ വികാരി അച്ഛൻ സംസാരിച്ച് ഞങ്ങളുടെ കൊച്ചിന് ജോലി കിട്ടിയെന്ന് പറയും, ഇല്ലേ. അവിടെയാണ് ഈ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നത്, മക്കളെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. മറിയത്തിന് വേണ്ടി ഇങ്ങനെ പറയാം, മക്കളെ ഞാൻ യേശുവിനോട് പറഞ്ഞു കേട്ടോ, യേശു അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, യേശുവിനോട് ഞാൻ പറഞ്ഞു, ഇവിടെ മക്കളെ അവർക്ക് വീഞ്ഞില്ല, നീ എന്തെങ്കിലും ചെയ്ത് യേശുവിനോട് പറഞ്ഞു, യേശു ഏറ്റു, കാര്യം നിങ്ങൾ പേടിക്കണ്ട, ഞാൻ പറഞ്ഞുകൊണ്ട് യേശു ഏറ്റു എന്ന് പറയും. മറിയത്തിന് വേണേ അങ്ങനെ പറയാം, മനസ്സിലായോ? പക്ഷെ മറിയ എന്താ പറഞ്ഞേ? മക്കളെ യേശു നിങ്ങളോട് പറയും, ചെയ്തോ, യേശു നിങ്ങളോട് എന്തു പറയുന്നോ അത് ചെയ്തോ. അതാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ഞാനും നീയും ചെയ്യേണ്ടത്. ദൈവത്തിന് മഹത്വം കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും, ദൈവം നൽകിയ എല്ലാ സ്നേഹത്തിനും, ഒരു രോഗം വന്നപ്പോൾ സൗഖ്യം തന്നതിനും, ഒരു ഉറ്റവരുടെ ഏറ്റവും കൂടുതൽ താൻ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ പെട്ടെന്നുള്ള മരണം മൂലം താൻ ദുഃഖത്തിലും നിരാശയിലും ആയിരുന്നപ്പോഴും ദൈവം ഇത്രത്തോളം വഴി നടത്തിയതും, അല്ലെ മക്കൾക്ക് രോഗം വന്നപ്പോഴും ആ മക്കളെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്നതും, സാമ്പത്തികമായ പ്രയാസം ഉണ്ടായിരുന്നിട്ട് പോലും ഇപ്പോഴും പട്ടിണിയില്ലാതെ ജീവിക്കാൻ കഴിയുന്നതിനും, എൻ്റെ മക്കളെ അതൊന്നും എൻ്റെയും നിന്റെയും മിടുക്കല്ല, നമ്മുടെ ആരോഗ്യമില്ല, അത് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാം. എൻ്റെ ആരോഗ്യം, എൻ്റെ സമ്പത്ത്, എൻ്റെ എല്ലാ കാര്യങ്ങളും, എൻ്റെ ശരീര സംബന്ധമായ എല്ലാം എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാം. എൻ്റെ മക്കളെ അത് നഷ്ടപ്പെടാതെ കാത്ത് പരിപാലിച്ച ഒരു ഉടയ തമ്പുരാനുണ്ട്. ആ തമ്പുരാന് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മഹത്വം കൊടുക്കണം. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മഹത്വം കൊടുക്കണം. നമുക്ക് വേണേൽ പൊങ്ങച്ചം അടിച്ച് നടക്കാം മക്കളെ, അങ്ങനെ പൊങ്ങച്ചം അടിച്ച് നടന്നിട്ട് ഒരു പ്രയോജനമില്ല. നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാനായിട്ട് കഴിയണം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ അമ്മയോട് നമുക്ക് മാധ്യസ്ഥ അപേക്ഷിക്കാം. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി. തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നമുക്കിരിക്കാം. സങ്കീർത്തനം 115:1 എടുക്കാമോ? സങ്കീർത്തനം 115:1 നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സത്യം പറ. ഓ ദൈവമേ, സങ്കീർത്തനം 115:1. ഞാൻ ഒരിക്കലും ആ ഒരു വാക്യത്തിൻ്റെ സാക്ഷി ഞാൻ ഒരിക്കലും ഈ പള്ളി പറഞ്ഞതാണ്. സങ്കീർത്തനം 115:1 ഒരു സാക്ഷി ഞാൻ ഈ പള്ളി പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ഇനി വീണ്ടും പറയുന്നില്ല. വായിച്ചോ. കണ്ടോ? ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, എനിക്കല്ല കർത്താവേ, പിന്നെയോ അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം കൊടുക്കേണ്ടത്. അതാണല്ലോ പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിച്ചത്. അമ്മയിൽ ഇല്ല, ഗബ്രിയേൽ മാലാഖ പറയുക, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് ഇതാ ഒരു കുഞ്ഞിന് ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്കിത് 6-ാം മാസമാണ്. ലൂക്ക 1:37. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അപ്പോൾ മറിയം പറയും, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ തന്നെ ദൈവത്തിന്റെ ഒരു വലിയ അത്ഭുതം അവളിൽ സംഭവിച്ചു. ദൈവത്തിന്റെ വലിയ കരുണ അവളിൽ നിറഞ്ഞു. പിന്നീട് എന്താ കാണുന്നത്? പിന്നെ മറിയം സ്തോത്രഗീതം അർപ്പിക്കുക, ഇല്ലേ? മറിയം പാടുക, ദൈവത്തെ സ്തുതിക്കുക, ഇല്ലേ? അതാ പറയുന്നേ. ദൈവത്തിൻ്റെ നന്മ ലഭിക്കുമ്പോൾ, എൻ്റെ മക്കളെ, നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നന്മ ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. അല്ലാതെ നമുക്കെല്ലാം ജീവിച്ചു തീർക്കാൻ കഴിയില്ല. മനസ്സിലായോ? അതാണ് ഒരിക്കലും പറഞ്ഞത്. നമ്മൾ അതായത് തോറ്റു എന്നിടത്ത് നിന്ന് ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് തരുന്നത് കർത്താവാണ്. അത് നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും മനുഷ്യൻ ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നത്. തോറ്റു, ഇനി എന്നെ കൊണ്ട് കഴിയില്ല, കർത്താവെ ഞാൻ തോറ്റു, അല്ലേ? അങ്ങനെ കഴിയുന്ന, അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴും ഇനി ജീവിക്കണം, മുമ്പോട്ട് ജീവിക്കണം, ആ തോന്നൽ വരുന്നത് കർത്താവാ.
അത് എൻ്റെ മനസ്സിൽ വന്ന വെറും തോന്നലല്ല, അത് കർത്താവാണ്. അങ്ങനെ തോന്നിയുണ്ടാ മക്കളെ ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ഇന്നും ജീവിക്കുന്നേ. അല്ലെങ്കിൽ പണ്ട് നമ്മളൊക്കെ ഇത് അവസാനിച്ചിട്ട് പോയേനെ. അത്രമാത്രം സഹനങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇല്ലേ, ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. അത്രമാത്രം പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ജീവിക്കുന്നതിൻ്റെ ഒരു കാരണം, അത് ആ ഒരു ആഗ്രഹം ഉള്ളിൽ വന്നതിൻ്റെ കാരണം കർത്താവ് നിക്ഷേപിച്ചത് കൊണ്ടാണ്. നീ ജീവിക്കുക കൊച്ചേ, ഞാൻ നിന്നെ രക്ഷിച്ചോളാം, തമ്പുരാൻ തന്നതുകൊണ്ടാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കണം. നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. പ്രാർത്ഥിക്കാൻ കഴിയുന്ന സമയങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചോണം. ഒരിക്കലും ഒരു അച്ഛൻ്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടപ്പോൾ പറഞ്ഞ, നമുക്കങ്ങനെ വലിയ പ്രയാസം എന്നിൽ പോലും ചെയ്താൽ നല്ലത്. അച്ഛൻ ഒരിക്കലും പ്രസംഗിച്ചപ്പം പറയാ, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ദേവാലയം കണ്ടാൽ, പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ദേവാലയം കണ്ടാൽ അവിടെ ഇറങ്ങി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയിക്കോളാം എന്ന് പറയും. നമുക്ക് ചിലപ്പോൾ കഴിയില്ല, ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഇറങ്ങാൻ പറ്റും, ഇല്ല. എന്നാൽ നമ്മുടെയൊക്കെ സ്വന്തം വാഹനങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഒരു പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ഒരു ദേവാലയം കാണുമ്പോൾ ഒന്ന് കയറി, ഈശോ മറിയം യോസേപ്പേ എനിക്ക് കൂട്ടായിരിക്കണമേ, കർത്താവേ എൻ്റെ ആത്മാവിന് നീ തുണയായിരിക്കണമേ എന്നൊന്ന് പറഞ്ഞ് ജസ്റ്റ് വലിയ പ്രാർത്ഥനയൊന്നും വേണ്ട, എന്നാലും ഒരു ചെറിയൊരു സുഹൃത ജപമൊക്കെ ചൊല്ലി ഒന്ന് പോകുമ്പോൾ അത് നമ്മുടെ ജീവിതം കൊണ്ട് എൻ്റെ മക്കളെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അതാ സങ്കീർത്തനം 115 പറയുന്നത്, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, എനിക്കൊന്നും വേണ്ട. സങ്കീർത്തകൻ പറയും, എനിക്കൊന്നും വേണ്ട കർത്താവേ, നിന്റെ നാമത്തിന് മഹത്വം മതി, നിന്റെ നാമത്തിന് മഹത്വം മതി. അത് എൻ്റെ പ്രവൃത്തി കൊണ്ടും എൻ്റെ ജീവിതം കൊണ്ടും ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തണം, ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൊണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നാവിനെ നിയന്ത്രിക്കുന്നവൻ അനുഗ്രഹീതൻ. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എൻ്റെ നാവ്, രണ്ട് എൻ്റെ മനസ്സ്. എനിക്ക് വേണമെങ്കിൽ ചില തെറ്റായ കാര്യങ്ങൾ കാണാതെ ഇരിക്കാം, കണ്ണടച്ചാൽ മതി, കാണില്ലെന്നേ ഉള്ളൂ. പക്ഷെ എൻ്റെ നാവിന് ചില സമയത്ത് നിയന്ത്രിക്കാൻ കഴിയില്ല. ഞാൻ നിലവിട്ട് സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ എനിക്ക് വലിയ കോപം വന്ന് ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിലവിട്ട് ഞാൻ സംസാരിച്ചു പോകും, അനാവശ്യമായ വാക്കുകൾ ഉപയോഗിച്ചു പോകും. അല്ലെ എൻ്റെ മനസ്സ് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കാണുമ്പോൾ ആ ആളോട് എനിക്ക് ദേഷ്യമുണ്ട്, ശരിയാ ദേഷ്യമുണ്ട്. പക്ഷേ ഞാൻ വാഗൊണ്ട് ഒന്നും പറഞ്ഞില്ലെങ്കിലും, കൈകൊണ്ട് ഞാൻ അവനെ അടിച്ചില്ലെങ്കിലും, കണ്ണുരുട്ടി അവനെ പേടിപ്പിച്ചില്ലെങ്കിലും, എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അവനെ ശപിച്ചെന്ന് വരാം. അപ്പൊ എൻ്റെ നാവിനെയും എൻ്റെ മനസ്സിനെയും പലപ്പോഴും എനിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വചനം പറയുന്നത്, നാവിനെ നിയന്ത്രിക്കുന്നവൻ അനുഗ്രഹീതൻ. അപ്പോൾ എൻ്റെ മക്കളെ, അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ, നല്ല വാക്കുകൾ പറയാൻ, നല്ലത് കാണാൻ, നല്ലത് കേൾക്കാൻ, നല്ലത് ചെയ്യാൻ ഞാൻ എൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തെ മാറ്റിവെക്കണം. അതുവഴി ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. മത്തായി 5:16 ഒന്നെടുക്കാമോ? മത്തായി 5:16 ഈശോ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മത്തായി 5:16 അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പൊ കണ്ടോ, വചനം പറയുന്നുണ്ട്, ഈശോ പറയുക, അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ, നിങ്ങളുടെ ഒരു പ്രവൃത്തി കണ്ടിട്ട് മനുഷ്യൻ നിങ്ങളല്ല, നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ സ്വർഗത്തിലെ പിതാവിനെ മഹത്വപ്പെടുത്തണം. നമ്മുടെ ജീവിതം അതിനുവേണ്ടി മാറ്റിവെക്കണം മക്കളെ, അതിനുവേണ്ടി മാറ്റിവെക്കണം. ഞാനൊരു കുർബാന, ഒരു വൈദികൻ എന്ന നിലയിൽ ഞാൻ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ, അതായത് ഞാൻ ഒരിക്കൽ പറഞ്ഞല്ലോ, ഈ വന്ന് കാണാതെ വേണമെങ്കിൽ അർപ്പിക്കാം, ഇല്ലേ? കാണാതെ വേണമെങ്കിൽ കുർബാന അർപ്പിച്ചിട്ട് വേണമെങ്കിൽ പോകാം. പക്ഷേ ഞാൻ ചൊല്ലുന്ന ഓരോ പ്രാർത്ഥനയും അത് നിർത്തി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി, ഉള്ളിൽ അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് ഞാൻ ചൊല്ലുമ്പോഴാ എൻ്റെ ആ ഒരു പ്രവൃത്തി ജനത്തിന് എന്ത് സംഭവിക്കുന്നത്? ജനത്തിലേക്ക് ഒരു അഭിഷേകം ഇറങ്ങുന്നത്. അതുവഴി ആരെ സ്തുതിക്കും? ദൈവത്തെ സ്തുതിക്കും. നിങ്ങളുടെ ഓരോ വാക്ക്, എനിക്ക് പഠിക്കുന്ന മക്കളോട് എനിക്ക് പറയുന്ന മുമ്പിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങളൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളുടെ കൂട്ടുകാർ പലതരത്തിലുള്ള ആൾക്കാർ കാണും. അത് അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ഞാൻ നിങ്ങളോട് പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയട്ടെ, എൻ്റെ മക്കളെ, നിങ്ങൾ മരിക്കേണ്ടി വന്നാൽ പോലും നിങ്ങളെ പഠിപ്പിക്കുന്ന നിങ്ങളുടെ അധ്യാപകരെ നിങ്ങൾ ഒരിക്കലും കൊച്ചാക്കി സംസാരിക്കരുത്. മരിക്കേണ്ടി വന്നാൽ പോലും, മരിക്കേണ്ടി വന്നു പറഞ്ഞാൽ ചില കൂട്ടുകാരൊക്കെ ചിലപ്പോൾ ഇല്ലേ, സാറുമാരെയൊക്കെ കാണുമ്പോൾ ഇല്ലേ, അവർ കേട്ടാ പ്രശ്നമാണ്, കേൾക്കാതെ എത്ര പേര് വിളിക്കുക,
ഇല്ലേ? കേൾക്കാതെ ഓരോരോ കോഷ്ടികൾ കാണിക്കുക, ഇല്ലേ? അങ്ങനെയുള്ള ചില പ്രവർത്തികളിലേക്ക് മക്കളെ നിങ്ങൾ പോകരുത്. അങ്ങനെ പോകാതിരിക്കുമ്പോൾ നിന്റെ കൂട്ടുകാർ പറയും, ഓ ഇതിനെ കൊണ്ട് എന്തിനുള്ള, ഇവളെ ഞങ്ങളുടെ കൂട്ടത്തിൽ വേണ്ട, ശരിയാ വേണ്ട, മതി, ഒരു താങ്ക് യു പറഞ്ഞ് ഇറങ്ങിക്കണം. പക്ഷേ അതിലൂടെ നിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയണം. വീണ്ടും ഒരു വചനം പറയുന്നുണ്ട്, അതായത് മർക്കോസ് 5:39 ഒന്ന് എടുക്കാമോ? മർക്കോസ് 5:39. അവിടെ ഈ ഒരു മരിച്ചുപോയ ഒരു പെൺകുട്ടിയെ യേശു ഉയർപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ സിനഗോഗ് അധികാരി അദ്ദേഹത്തിൻ്റെ മകൾ രോഗിയായിരിക്കുമ്പോൾ യേശുവിനെ കാണാൻ വരുന്നു. തൻ്റെ മകൾക്ക് സൗഖ്യം വേണമെന്ന് യേശുവിനോട് പറയുന്നു. യേശു പറയുന്നു, ഞാൻ നിൻ്റെ കൂടെ വരാം എന്ന് പറഞ്ഞ് യേശു ഈ സിനഗോഗ് അധികാരിയുടെ കൂടെ പോകുന്നു. ഇല്ലേ? മർക്കോസ് 5:39 അല്ലേ? സിനഗോഗ് അധികാരിയുടെ കൂടെ പോകുന്ന വഴിയിൽ വെച്ചാണ് ആ വീട്ടിൽ നിന്ന് വേറെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട, നിൻ്റെ മകൾ മരിച്ചു. അപ്പോൾ യേശു പറയുന്നുണ്ട്, എന്താ യേശു പറയുന്നുണ്ട്, നീ വിശ്വസിക്കേ, ഇല്ലേ? നീ വിശ്വസിക്കേ. അതിനുശേഷം വീട്ടിലേക്ക് പോവുക. മർക്കോസ് 5:39 യേശു ആ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടുത്തെ രംഗം എന്താ? ബഹളം വയ്ക്കുന്നു, വിലപിക്കുന്നു, ഇല്ലേ? ബഹളം വയ്ക്കുക, വിലപിക്കുക, അങ്ങനെയുള്ളൊരു വലിയ കോലാഹലങ്ങൾ നടക്കുക, ഇല്ലേ? ഒരു മരണ വീടാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില വിലാപങ്ങളും കരച്ചിലും ഒക്കെ ഉണ്ട്. ശരി, സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോഴാണ് യേശു ഒരു മറുപടി കൊടുക്കുന്നത്. ഒരു പറയുക, എന്താ? കുട്ടി ഉറങ്ങുകയാണ്, മരിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ അതിനെപ്പറ്റിയല്ല പറഞ്ഞു വരുന്നത്. അത് കഴിഞ്ഞെന്താ സംഭവിച്ചേ? യേശു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത സംഭവിച്ചെന്താ? 5:39 പറഞ്ഞു, കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത ആ ജനം പറയുന്നത്, വീട്ടിനകത്തിരിക്കുന്ന ജനങ്ങൾ എന്താ യേശുവിനോട് പറഞ്ഞേ? 40 അവർ അവനെ പരിഹസിച്ചു. യേശു എന്താ പറഞ്ഞേ? നിങ്ങൾ എന്തിനാ കിടന്ന് കരയുന്നേ? നിങ്ങൾ എന്തിനാ നിലവിളിക്കുന്നേ? പലപ്പോഴും നമ്മുടെയൊക്കെ ചില സഹനത്തിൻ്റെ വേളയിൽ ഈശോ നമ്മളോട് മൗനമായി പറയുന്നുണ്ട്, മോനെ, മോളെ, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? നീ എന്തിനാ ഇങ്ങനെ വിലപിക്കുന്നേ? നീ എന്തിനാ ഇങ്ങനെ ജീവിതത്തെ നിരാശയോടെ കാണുന്നേ? മനസ്സിലായോ? ഈശോ അത് തന്നെ അവിടെയും പറഞ്ഞത്, നിങ്ങൾ എന്തിന് വിലപിക്കുന്നു? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുക. അപ്പോഴാണ് ഈ ജനം യേശുവിനെ പരിഹസിക്കുക, ഇല്ലേ? അവർ അവനെ പരിഹസിച്ചു. അപ്പോൾ ഈശോ എന്ത് ചെയ്തു? ജനം യേശുവിനെ പരിഹസിച്ചപ്പോൾ യേശു എന്ത് ചെയ്തു? അവരെല്ലാം പുറത്താക്കിയിട്ട് യേശു കുട്ടിയെ ഉയർപ്പിക്കുന്ന സമയത്ത് ആരൊക്കെയുണ്ട് അവിടെ? കുട്ടിയുടെ അപ്പനും അമ്മയും മാതാപിതാക്കളും. യേശുവിൻ്റെ കൂടെ ആരൊക്കെ വന്നോ അവർ മാത്രമുണ്ട്. അതെന്താ? യേശു മുറി കയറിയിട്ട്, നിങ്ങൾ ശ്രദ്ധിക്കണേ, യേശു ആ വീട്ടിൽ കയറി, എന്നിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങ് എന്നാണോ ആദ്യം പറഞ്ഞേ? ഇല്ല, ആദ്യം പറഞ്ഞതാ, കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുക. അപ്പോഴാണ് ഇവരെ പരിഹാസം കഴിഞ്ഞപ്പോഴാണ് യേശു ഇവരെ പുറത്താക്കിയത്. യേശു പുറത്താക്കിയതിൻ്റെ കാരണം എന്താ? യേശു എന്തുണ്ടായിരിക്കും അവരെ പുറത്താക്കിയേ? അവർക്ക് വിശ്വാസം ഇല്ല. വിശ്വാസമില്ലാത്ത ജനത്തിൻ്റെ മുൻപിൽ എത്ര വലിയ ദൈവാനുഭവം വന്നാലും അവർ വിശ്വസിക്കില്ല. ഉദാഹരണം പറഞ്ഞാൽ നിരീശ്വരവാദികൾ, മനസ്സിലായോ? നിരീശ്വരവാദികൾ അവരെത്ര ദൈവാനുഭവം അവരുടെ ജീവിതത്തിൽ വന്നാൽ പോലും അവർ വിശ്വസിക്കില്ല. അവിടെയാണ് അതാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചിരുന്നത്. വിശ്വാസമാണ് നമുക്ക് ആദ്യം വേണ്ടത്. വിശ്വാസമില്ലാത്ത ജനത്തെ ആദ്യം അങ്ങ് പുറത്താക്കി. എന്നിട്ട് ഈശോ ആരെ വീട്ടിനകത്ത് നിർത്തി? ആ കുട്ടിയുടെ മാതാപിതാക്കളെ. എന്തുകൊണ്ടാണ് മാതാപിതാക്കളെ നിർത്തിയത്? എന്തുകൊണ്ടായിരിക്കാം? ആ സംഭവം ആരംഭിക്കുന്നിടത്ത് കിടപ്പുണ്ടായിരുന്നു ഉത്തരം. എന്താ? യേശുവിൻ്റെ അടുക്കൽ ഈ കുഞ്ഞിന് സൗഖ്യം വേണമെന്ന് പറഞ്ഞത് വന്ന ആരാ? ഈ കുഞ്ഞിൻ്റെ അപ്പനാ, ഇല്ലേ? ഈ കുഞ്ഞിൻ്റെ അപ്പനല്ലേ വരുന്നേ? അപ്പനാ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അപ്പൻ യേശുവിനെ കാണാൻ പോകുമ്പോൾ ഒന്നുകിൽ ഈ അപ്പനോട്, അല്ലെങ്കിൽ ഈ ആളോട് അയാളുടെ ഭാര്യ പറഞ്ഞാണ്, യേശു എന്ന് പറയുന്ന ഒരു പ്രവാചകൻ, അല്ലേ, ഒരാളുണ്ട്, യേശു അദ്ദേഹം കൈവെക്കുമ്പോഴൊക്കെ, ഇല്ലേ, സുഖമാകുന്നുണ്ട്, അദ്ദേഹം പ്രവാചകനാന്ന് പറയുന്നുണ്ട്, ദൈവമെന്ന് പറയുന്നുണ്ട്, നമുക്കൊന്നും അറിയില്ല, എന്നാൽ പോലും മനുഷ്യ നിങ്ങളൊന്ന് പോയി ഒന്ന് പറ, ഇല്ലേ? അപ്പോൾ അത് വിശ്വസിച്ചു. അങ്ങനെ ആയിരിക്കാം.
എന്തായാലും ഈ മനുഷ്യൻ അവിടെ വന്നേ, ഇവൻ അവിടെ വരണമെങ്കിൽ, ഈ മനുഷ്യൻ അവിടെ യേശുവിൻ്റെ അടുക്കൽ വരണമെങ്കിൽ യേശു തൊട്ടാ എൻ്റെ കൊച്ചിന് സൗഖ്യം കിട്ടുമെന്ന് ആ വിശ്വാസം ഉണ്ട്. അതുകൊണ്ട് ഈ കൊച്ചിൻ്റെ മാതാപിതാക്കളെ കൂടെ നിർത്തി. കൂടെ അടുത്ത ആരെ നിർത്തിയേ? യേശുവിൻ്റെ കൂടെ വന്നവർ ഇതെല്ലാം കാണുന്നുണ്ട് അല്ലേ? ഇതിനു മുമ്പ് നടന്ന സംഭവങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ യേശുവിൽ വിശ്വാസമുണ്ട്. അതായത് വിശ്വാസം ഉള്ളിടത്തെ ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടാകും. ഇപ്പോൾ എനിക്ക് ദൈവാനുഭവം, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ ചില സഹായങ്ങളൊക്കെ എനിക്ക് ലഭിക്കുന്നുണ്ട് ഇല്ലേ? ദൈവത്തിൻ്റെ സഹായങ്ങൾ ലഭിക്കുന്നുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അത് ഞാനങ്ങ് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നത്. മനസ്സിലായോ? എൻ്റെ ദൈവമാണ് എനിക്ക് എല്ലാം തന്നതെന്നുള്ള വിശ്വാസം എന്നിൽ ഉള്ളപ്പോഴാണ് എനിക്ക് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയണേ. അങ്ങനെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് വലിയ ദൈവാനുഭവങ്ങൾ എന്നിൽ സംഭവിക്കുന്നത്. എല്ലാം കണക്റ്റഡാ. മനസ്സിലായോ? ആദ്യം ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന നന്മകൾ, ആ നന്മ ലഭിക്കുമ്പോൾ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ തിരിച്ച് ദൈവത്തിൽ നിന്ന് വലിയ ദൈവാനുഭവങ്ങൾ എനിക്ക് ഉണ്ടാകുന്നു. മനസ്സിലായോ? കണക്റ്റഡാ. ഇനി ദൈവാനുഭവം എന്നിൽ വന്നു. ഇനി അടുത്ത ഞാൻ എന്ത് ചെയ്യണം? എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കാ. ആദ്യം ദൈവത്തിൽ നിന്ന് എനിക്ക് ദൈവസ്നേഹം, അതായത് ദൈവകരുണ, ദൈവസ്നേഹം, ദൈവാനുഗ്രഹം, പാപത്തിൽ നിന്നുള്ള മോചനം, ദൈവത്തിൽ നിന്നെല്ലാം എനിക്ക് വന്നു. അപ്പോൾ ഞാനത് വിശ്വസിച്ചിട്ട് തിരിച്ച് ഞാൻ കൊടുക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി തിരിച്ചു കൊടുത്തു. അങ്ങനെ തിരിച്ച് ദൈവത്തിൻ്റെ കയ്യിൽ എൻ്റെ ജീവിതം അങ്ങനെ തിരിച്ചു കൊടുത്തപ്പോൾ തിരിച്ചും വീണ്ടും ഇങ്ങനെ അടുത്ത വന്നു. എന്താ? ദൈവാനുഭവം വന്നു. ഇത് തിരിച്ച് വീണ്ടും അങ്ങോട്ട് ഞാൻ പോകണം. മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളിയായത്. തിരിച്ച് ഞാൻ വീണ്ടും അങ്ങോട്ട് പോകണം. അങ്ങോട്ട് തിരിച്ചു പോകുന്നത് എങ്ങനെ? ഇനി ദൈവാനുഭവം എനിക്ക് വന്നു. ഇനി തിരിച്ച് ഞാൻ എങ്ങനെ ചെയ്യും? ഇനി അടുത്ത എന്തായിരിക്കും? ആ ദൈവാനുഭവം നഷ്ടപ്പെടുത്താതെ ജീവിക്കണം. മനസ്സിലായോ? ദൈവാനുഭവം നഷ്ടപ്പെടുത്താതെ ജീവിക്കണം. ദൈവാനുഭവമൊക്കെ എനിക്ക് വന്നു. ഉദാഹരണം പറഞ്ഞാൽ വിശുദ്ധ കുർബാനയിലൂടെ ഞാൻ ഈശോ സ്വീകരിക്കുമ്പോൾ എനിക്ക് ദൈവാനുഭവം ഉണ്ടാവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ. ചില സമയങ്ങളിലൊക്കെ എൻ്റെ മക്കളെ, ചില ദിവസങ്ങളിലൊക്കെ, ചില കുർബാനയ്ക്ക് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കരഞ്ഞ് കുർബാന കാണുന്നില്ലേ? നിങ്ങൾ കരയാറില്ലേ? അതൊരു ദൈവാനുഭവം. ചില തടസ്സങ്ങൾ വന്ന സമയത്ത് നിങ്ങൾ നല്ലൊരു കുമ്പസാരം നടത്തി ഒരുങ്ങി നിങ്ങൾ കുർബാന സ്വീകരിച്ചതിന് ഫലമായി ആ തടസ്സം മാറിയില്ലേ? അത് ദൈവാനുഭവം. അപ്പോൾ അങ്ങനെയുള്ള ദൈവാനുഭവം എനിക്ക് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആ ദൈവാനുഭവം നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ എന്നെ തന്നെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണം. പാപത്തിൽ വീഴാതെ ഉള്ളിലെ ദൈവാനുഭവം നഷ്ടപ്പെടുത്താതെ ജീവിക്കണം. ബൈബിളിൽ അങ്ങനെ സംഭവമുണ്ട്. ലഭിച്ച ദൈവാനുഭവം നഷ്ടപ്പെടുത്തിയ വ്യക്തികളെ പറ്റി ബൈബിളിൽ പറയുന്നുണ്ട്. ഏറ്റവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് യൂദാസ്. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിന്റെ ജീവിതം നമുക്ക് നേരത്തെ. യൂദാസിൽ ദൈവാനുഭവം ലഭിച്ച വ്യക്തിയാ. മനസ്സിലായോ? അതായത് മർക്കോസ് 6:7 മുതൽ 13 വരെ എടുക്കാമോ? മർക്കോസ് തൊട്ടടുത്തത് മർക്കോസ് 6:7 മുതൽ 13 വരെ ആ വചനം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ യേശു ശിഷ്യന്മാരെ അയക്കുന്ന സംഭവം. മനസ്സിലായോ? യേശു ശിഷ്യന്മാരെ അയക്കുക. അപ്പോൾ വചനം പറയുന്നത് എങ്ങനെയാ? അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചു കൊണ്ടിരുന്നു. അവൻ തൻ്റെ 12 പേരെ എന്ന് പറയുമ്പോൾ അതിലാരുണ്ട്? യൂദാസ് ഉണ്ട്. അവൻ തൻ്റെ 12 പേരെ അടുത്ത് വിളിച്ച് 2 പേരെ വീതം അയക്കാൻ തുടങ്ങി. അത് ശ്രദ്ധിക്കണേ, അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരം കൊടുത്തു. അപ്പോൾ ഈ അശുദ്ധാത്മാക്കൾ, പിശാചിൻ്റെ മേലുള്ള അധികാരം ആർക്കും കൂടെ കിട്ടി? യൂദാസിനും കിട്ടി. പത്രോസിനും കിട്ടി, യൂദാസിനും കിട്ടി. തോമസിനും കിട്ടി, യൂദാസിനും കിട്ടി. മനസ്സിലായോ? മത്തായിക്കും കിട്ടി, യൂദാസിനും കിട്ടി. അതായത് 12 പേരെയാ. യേശുവിനറിയാം ഈ 12-ൽ ഈ യൂദാസ് തന്നെ ഒറ്റിക്കൊടുക്കും. യേശുവിനറിയാം. യേശു പല പ്രാവശ്യം പറയുന്നുണ്ട്, നിങ്ങൾ ഒരുവനെ ഒറ്റിക്കൊടുക്കും. ഈശോ തന്നെ പറയുന്നുണ്ട്, യേശുവിനറിയാം യൂദാസിനെ ഒറ്റിക്കൊടുക്കും. പക്ഷേ തന്നെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസിനെ പോലും ഈശോ അശുദ്ധാത്മാവിനെ ബഹിഷ്കരിക്കാനുള്ള അധികാരം കൊടുത്തിട്ട് പറയാ, മോനെ യൂദാസെ പൊയ്ക്കോടാ. ഈ പത്രോസിനെ കാണിച്ചുകൊണ്ട് പത്രോസിനെ നോക്കുമ്പോൾ ഈശോയ്ക്കറിയാം, ഇവൻ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നവനാ. ഇവൻ യേശുവിനറിയാം.
പത്രോസിനോട് ഈശോ തന്നെ പറയുന്നുണ്ട്, കോഴി കൂവുന്നതിന് മുൻപ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. ഈശോ പറയുന്നുണ്ട്, ഈശോയ്ക്ക് അറിയാം പത്രോസ് തന്നെ തള്ളിപ്പറയും ഒരിക്കൽ. എന്നാലും തന്നെ തള്ളിപ്പറയാനിരിക്കുന്ന പത്രോസിനെയും വിളിച്ചിട്ട് പറഞ്ഞു, അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനുള്ള അധികാരം തരുന്നു, പൊയ്ക്കോ, വിടുകയാ. അപ്പോൾ ദൈവാനുഭവം ലഭിക്കും. മനസ്സിലായോ? ദൈവാനുഭവം ലഭിക്കും. നിന്നെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്ന് പറഞ്ഞാലും നീ ദൈവത്തോട് കൂടെ നിൽക്കുന്നിടത്തോളം കാലം ദൈവാനുഭവം ലഭിക്കും. കാരണം യൂദാസിന് ദൈവാനുഭവം ലഭിച്ചതിൻ്റെ കാരണം എന്താ? അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനുള്ള അധികാരം അവർക്ക് കൊടുത്തു, ഇല്ലേ? വീണ്ടും കുറച്ചും കൂടെ വ്യക്തമാക്കാം. മത്തായി 10:4 ഒന്നെടുക്കാമോ? മത്തായി 10:4. മത്തായി 10:4. മത്തായി 10:4 യേശുവിൻ്റെ 12 സ്ലീഹന്മാരുടെ പേരുകളാണ് പറയുന്നത്. അതിൽ ഏറ്റവും അവസാനം കൊടുത്തിരിക്കുകയാണ് എന്ത്? യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയത്ത, ഇല്ലേ? 12 സ്ലീഹന്മാരുടെ പേര് പറഞ്ഞിട്ട് അവസാനം പിന്നെ പറയാണ്, ഈ 12 പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു, നിങ്ങൾ വിജാതിരുടെ അടുത്തേക്ക് പോകരുത്, സമരിയക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കരുത്, പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ, പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുവിൻ. അടുത്ത് ശ്രദ്ധിച്ചോണേ, രോഗികളെ സുഖപ്പെടുത്തുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ തന്നെ ഒറ്റിക്കൊടുക്കാനിരുന്ന യൂദാസ് ഉണ്ട്, തന്നെ തള്ളിപ്പറയാനിരുന്ന പത്രോസ് ഉണ്ട്. പക്ഷെ ഈ 12 പേരെ ഈശോ അധികാരം കൊടുക്കുക പിശാചിനെ തോൽപ്പിക്കാൻ, രോഗികൾക്ക് സൗഖ്യം കൊടുക്കാം, മരിച്ചവരെ ഉയർപ്പിക്കാൻ. അത്ര വലിയ ദൈവാനുഭവം കൊടുക്കുക. ഞാൻ ചോദിക്കട്ടെ മക്കളെ, ഈ യൂദാസിന് പോലും ഈ ദൈവാനുഭവം കിട്ടാനുള്ള കാരണം എന്താ? യൂദാസിന് പോലും ദൈവാനുഭവം കിട്ടാനുള്ള കാരണം എന്താ? ഈ തുടക്കത്തിൽ എന്തായിരിക്കും? നിങ്ങളുടെ ഒരു ഉത്തരം പറ. മുമ്പിൽ നിർത്തണം. വിശ്വാസം ഉണ്ടായിരുന്നു, ശരിയാ. എന്നാലും കുറച്ചുകൂടെ നല്ലൊരു ഉത്തരം പറഞ്ഞേ. അവരാരുടെ കൂടെ ഉള്ളതിപ്പോ? മനോജിൻ്റെ കൂടെ? ആരാ? യേശുവിൻ്റെ കൂടെ, അല്ലേ? അവർ യേശുവിൻ്റെ കൂടെ ഉള്ളത്. അതേ ഞാൻ പറഞ്ഞേ, ദൈവാനുഭവം ലഭിക്കുന്നത് എപ്പോഴാ? ഈശോയുടെ കൂടെ നിൽക്കുമ്പോഴാ, യേശുവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ. വേറെ എങ്ങുമല്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, വേറെ ആരിലും രക്ഷയില്ല, അല്ലേ? ആകാശത്തിന് മീതെ ഭൂമിക്ക് മുകളിൽ, അല്ലേ? യേശു എന്ന ഏകനാമം, നമുക്ക് മധ്യസ്ഥനായി ഒരു നാമം യേശു, അല്ലേ? അപ്പോൾ യേശുവിൻ്റെ കൂടെ ഞാനും നീയും നിൽക്കുന്നിടത്തോളം കാലം ഈ ദൈവാനുഭവം നമുക്ക് ലഭിക്കും. ഈ ദൈവാനുഭവം നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചോണം. ദൈവാനുഭവം എനിക്ക് ലഭിക്കുന്നുണ്ട് മക്കളെ, എനിക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ അത് നഷ്ടപ്പെടാതിരിക്കാൻ ഞാനാണ് ശ്രമിക്കേണ്ടത്. മനസ്സിലായോ? നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ശ്രമിക്കണം. അങ്ങനെ നഷ്ടപ്പെടുത്തുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങൾ പലപ്പോഴും തോറ്റുപോകുന്നത്. യൂദാസിന്റെ ജീവിതം തന്നെ എടുക്കാം. നമ്മൾ യൂദാസിനെ പറ്റി കുറച്ചുകൂടി ചിന്തിച്ചല്ലേ? യൂദാസിനെ പറ്റി തന്നെ എടുക്കാം. യൂദാസ് ദൈവത്തിന്റെ അനുഭവം ലഭിച്ച വ്യക്തിയാ. എന്നാൽ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിൽ വിശുദ്ധ കുർബാന യേശു പെസഹ ആചരിക്കുന്ന ആ സംഭവത്തെ പറ്റി പറയുമ്പോൾ അവസാനം എഴുതി വെക്കുന്നുണ്ട്, ഈശോ അപ്പക്കഷ്ണം മുക്കി യൂദാസിന് കൊടുത്തു, അപ്പോൾ പിശാച് സാത്താൻ അവനിൽ പ്രവേശിച്ചു. അങ്ങനെ വചനം പറയുന്നത്. യേശു പറയുന്നുണ്ട് നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അപ്പോൾ ശിഷ്യർ ചോദിക്കുന്നുണ്ട്, കർത്താവേ ആരാ നിങ്ങൾ ഒറ്റിക്കൊടുക്കുന്നത്? അപ്പോൾ യേശു പറയുന്നുണ്ട്, ഞാൻ ഈ അപ്പം മുക്കി ആർക്ക് കൊടുക്കുന്നു അവൻ. അതിനുശേഷം യേശു അപ്പക്കഷ്ണം മുക്കി യൂദാസിന് കൊടുത്തു, യൂദാസിൽ സാത്താൻ പ്രവേശിച്ചു. ഞാൻ ഒരു കാര്യം പറയട്ടെ മക്കളെ, ഞാൻ നിങ്ങളൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നവരാ. നമ്മളിവിടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ സത്യത്തിൽ ഈശോ അല്ലേ ഉള്ളിലേക്ക് വരുന്നേ? ഇല്ലേ? അപ്പോൾ പിശാച് വന്നതിൻ്റെ കാരണം എന്താ? ഈശോ വരുന്നതിന് പകരം പിശാച് വന്നു. അതിൻ്റെ കാരണം എന്തായിരിക്കാം? കാരണം എന്താ? ദൈവാനുഭവം കിട്ടിയിട്ടുണ്ട് നമുക്ക്, പക്ഷേ അതിനനുസരിച്ച് ജീവിക്കാതിരുന്നാൽ മക്കളെ ഈ ലഭിച്ച ദൈവാനുഭവം നഷ്ടപ്പെടാം. യൂദാസിലൂടെ സംഭവിച്ചത് അതാ. യൂദാസ് ആ ദൈവാനുഭവത്തിൽ ജീവിച്ചാൽ മതിയായിരുന്നു. പക്ഷേ വിശുദ്ധ കുർബാന ഈശോ പെസഹ ആചരിക്കുക, വിശുദ്ധ കുർബാന സ്ഥാപിക്കുക,
ആ സമയത്ത് ഈശോ അപ്പം എടുത്തിട്ട് ഇതെൻ്റെ ശരീരമാണ് മക്കളെ, വീഞ്ഞെടുത്തിട്ട് ഇതെൻ്റെ രക്തമാണ് മക്കളെ എന്നൊക്കെ പറയുമ്പോഴും യൂദാസ് ഉള്ളിൽ ചിന്തിക്കുന്ന എന്താ അറിയാമോ? ഇവനെ എങ്ങനെ ഒറ്റിക്കൊടുക്കാം, യേശുവിനെ എങ്ങനെ ഒറ്റിക്കൊടുക്കാം. യേശുവിനെ ഒറ്റിക്കൊടുക്കുമ്പോൾ ലഭിക്കുന്ന 30 വെള്ളി നാണയങ്ങളുടെ തിളക്കം, കിലുക്കം, അതാണ് യൂദാസിൻ്റെ ഉള്ളിലുള്ള ദർശനം. അവൻ കാണുന്ന അതാ, യേശുവിനല്ല കാണുന്നേ, അവൻ കാണുന്നത് 30 വെള്ളിക്കാശ. അപ്പോൾ ഉള്ളിൽ പാപം നിറയുന്ന സമയത്ത്, ഉള്ളിൽ പാപാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ലഭിച്ച ദൈവാനുഭവം നഷ്ടപ്പെടും. പരിശുദ്ധ മറിയം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, മക്കളെ, ലഭിച്ച ദൈവാനുഭവം നഷ്ടപ്പെടാതെ ജീവിച്ചോണം. പരിശുദ്ധ മറിയത്തിൽ ലഭിച്ച ദൈവാനുഭവം അതാ. പരിശുദ്ധ മറിയത്തിൽ ലഭിച്ച ദൈവാനുഭവം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഈശോയെ ഗർഭം ധരിച്ചതാ. ദൈവത്തിന്റെ അമ്മയാകാനുള്ള ഒരു ഭാഗ്യമാ പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച ദൈവാനുഭവം. അത് അമ്മ മരണം വരെ അത് നഷ്ടപ്പെടുത്താതെ ജീവിച്ചു എന്നുള്ളതാ. അതുകൊണ്ട് അമ്മ പോയെടുത്തെല്ലാം അഭിഷേകം ഉണ്ടായത്, അമ്മ കാണുന്ന വ്യക്തികളിലൊക്കെ അഭിഷേകം നിറഞ്ഞത്, അമ്മ പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിലെല്ലാം അഭിഷേകം നിറഞ്ഞത്. അതുകൊണ്ടാ പലപ്പോഴും എന്റെയും നിന്റെയും പ്രാർത്ഥനകൾ പലപ്പോഴും തീർന്നു പോകുന്നതിന്റെ കാരണം എന്താ? മടുപ്പ് വരുന്നതിന്റെ കാരണം എന്താ? കുർബാന ബോറാകുന്നതിന്റെ കാരണം എന്താ? കുമ്പസാര ഇഷ്ടമില്ലാത്തതിന്റെ കാരണം എന്താ? ബൈബിൾ വായിക്കുമ്പോൾ ഓർക്കം വരുന്നതിന്റെ കാരണം എന്താ? പലപ്പോഴും ലഭിച്ച ദൈവാനുഭവം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടാ. എന്തു വന്നാലും, ഒരിക്കൽ കൂടെ പറയാം മക്കളെ, മരിക്കേണ്ടി വന്നാലും ഉള്ളിലെ ദൈവാനുഭവം നഷ്ടപ്പെടുത്തരുത്. അത് നിന്നെ രക്ഷിക്കും, അത് നിന്നെ രക്ഷിക്കും. നമ്മളെ കിടന്ന് അധ്വാനിക്കുമല്ലേ, കുറേ അധ്വാനിക്കുമല്ലേ മക്കളെ, രക്ഷിക്കും. ഉള്ളിൽ ദൈവാനുഭവം ഉണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് അത് നിന്നെ രക്ഷിക്കും. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. കൃപ നിറഞ്ഞ മറിയമേ, സമാധാനം എന്നോട് കൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരഫലമായി ഇപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് നമുക്കിരിക്കാം. ലോകത്തിൻ്റെ പല ഭാഗത്തും മറിയം രക്തക്കണ്ണീർ ഒഴുക്കിയതൊക്കെ നമുക്കറിയാമല്ലേ. കണ്ണുനീർ, അമ്മ കരയുന്നുണ്ട്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട പല സ്ഥലങ്ങളിൽ അമ്മ കരയുന്നുണ്ട്. കരഞ്ഞാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതെന്തായിരിക്കും അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം എന്താ? എന്തായാലും ഇത്രയും സ്വർഗത്തിൽ നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്തല്ലേ, പോകുന്ന വഴിക്ക് ഒരു കട പോലും ഇല്ല വെള്ളം കുടിക്കാൻ, തളർന്ന് ക്ഷീണിച്ച എൻ്റെ വിഷമത്തിൽ കരഞ്ഞാന്നോ? പിന്നെ എന്തായിരിക്കും? മറിയം കണ്ണീർ വാർത്തു, കരഞ്ഞു. എന്തായിരിക്കും അമ്മ കരഞ്ഞതിൻ്റെ കാരണം എന്താ? നിങ്ങളുടെ മോളെ, പേര് പറയണോ? മോളെ, മക്കളെ, നിൻ്റെ അമ്മ ഉണ്ടാവില്ല, അങ്ങനെ സംഭവിക്കില്ല, എന്നാലും നീ ഉദാഹരണം എടുക്കും. ഇപ്പം നിൻ്റെ അമ്മയോട് ദേഷ്യപ്പെട്ടെന്ന് വെച്ചോ. അങ്ങനെ സംഭവിക്കില്ല, മക്കൾ നല്ല കൊച്ചാ. ദേഷ്യപ്പെട്ടെന്ന് വെച്ചോ. അപ്പോൾ നിൻ്റെ അമ്മ കരഞ്ഞു. എന്തുകൊണ്ടായിരിക്കാം? എന്തുകൊണ്ടാ? ഏതാ? ദൈവമേ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറ. ഒരാൾ പോലും ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഇനി എല്ലാവരും ഓരോ മൈക്കിൽ നിന്ന് ഇവിടെ നിർത്താൻ പോവാ. ഏതാ? എനിക്ക് അറിഞ്ഞുവിടുന്നോ? ഇത് പോട്ടെ. ഞാൻ എൻ്റെ അമ്മയോട് ദേഷ്യപ്പെട്ടെന്ന് വെച്ചോ. എൻ്റെ അമ്മ കരഞ്ഞു, ദേഷ്യപ്പെട്ടതേ ഉള്ളൂ. അത് ഫോണിൽ കൂടെ, നേരിട്ടുമല്ല. എൻ്റെ അമ്മ എന്നെ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ ചില തിരക്കിൻ്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ടായിട്ട്, ഉദാഹരണം പറഞ്ഞാൽ ഇന്നലെ തന്നെ ഉണ്ടായൊരു സംഭവം എടുക്കാം. ഇന്നലെ ഞാനൊരു എൻ്റെ വണ്ടിക്ക് പെട്രോൾ അടിക്കുക, 2500 രൂപയ്ക്കാണ് പെട്രോൾ അടിച്ചത്. 2500 രൂപയ്ക്ക് പെട്രോളും അടിച്ച് 2500 രൂപ മറ്റേ ഫോൺ ഇതുണ്ടല്ലോ, ഗൂഗിൾ പേ വഴി കൊടുക്കാൻ വേണ്ടി 2500 സെൻറ്റ് ഇങ്ങോട്ട് കൊടുക്കാൻ നേരത്ത് അമ്മ വിളിച്ച്. എൻ്റെ കയ്യിൽ നിന്ന് പൈസയും പോയി, പൈസ അവിടെ ചെന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്നലെ നടന്ന സംഭവം. ചിലപ്പോഴൊക്കെ സംഭവിക്കാം. സത്യത്തിൽ ദേഷ്യപ്പെടില്ലേ? മാനുഷികമായ രീതിയിൽ ദേഷ്യപ്പെടും. ഫോണിൽ കൂടാണ് ദേഷ്യപ്പെട്ടെ, നേരിട്ടുമല്ല. അമ്മ എന്നെ കണ്ടിട്ടുമില്ല, പക്ഷേ എൻ്റെ സ്വരം മാത്രമേ കേട്ടുള്ളൂ. പക്ഷെ അമ്മ സങ്കടപ്പെട്ടു, കരഞ്ഞു. സംഭവം നിങ്ങൾ വിചാരിക്കുക അമ്മ ഇല്ല, അങ്ങനെ ദേഷ്യമൊന്നും പെട്ടില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞു, അല്ലാതെ നിങ്ങൾ വിചാരിക്കുമോ 2500 പോയിൻ്റ് ദേഷ്യത്തിൽ അച്ഛൻ്റെ അമ്മയോട് ദേഷ്യപ്പെട്ടു, ഈ അച്ഛൻ കൊള്ളാലോ. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഉദാഹരണം പറയാം, സാങ്കല്പികം മാത്രം ചില സംഭവങ്ങൾ കേട്ടല്ലോ.
എന്തുകൊണ്ടായിരിക്കും അമ്മ അങ്ങനെ കരഞ്ഞെങ്കിൽ എന്തുകൊണ്ടായിരിക്കും കരഞ്ഞേ? എന്തുകൊണ്ടാ? ഞാൻ ദേഷ്യപ്പെട്ടത് കൊണ്ടാണോ? അല്ല, ഞാൻ ദേഷ്യപ്പെട്ടത് കൊണ്ടല്ല. എന്നിൽ നിന്ന് അങ്ങനെ ഒരു പ്രവൃത്തി എൻ്റെ അമ്മ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ്. അല്ല, ഞാൻ ദേഷ്യപ്പെട്ടത് കൊണ്ടൊന്നല്ല. മനസ്സിലായോ? എന്നിൽ നിന്ന് അങ്ങനെ ഒരു പ്രവൃത്തി എൻ്റെ അമ്മ ആഗ്രഹിക്കുന്നില്ല. ഇനി മറ്റൊരു ഉദാഹരണം എടുക്കാം. ഇപ്പോൾ ഒരു പള്ളിയിൽ ഒരു വികാരി അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നു. ഒരു അച്ഛനെ പള്ളിയിലുള്ള ഒരാൾ അങ്ങ് ചീത്ത വിളിക്കുമെന്ന് വെച്ചോ. ചീത്ത വിളിക്കുമ്പോൾ കുറച്ചു നേരമൊക്കെ അച്ഛൻ ക്ഷമിച്ചു. അത് കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞിട്ട് ഡബിൾ വെച്ച് അച്ഛൻ തിരിച്ചു വിളിച്ചു. സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന സംസാരം ജനം ആരെ കുറ്റപ്പെടുത്തോടെ? ആരെ കുറ്റപ്പെടുത്തും? ആദ്യം ചീത്ത വിളിച്ചവനെയാണോ, അതോ ഇതെല്ലാം കേട്ട് ക്ഷമയുടെ നെല്ലിപ്പലകയും ഒടിച്ചു കളഞ്ഞ അച്ഛനെയാണോ? ആരായിരിക്കും ജനം കുറ്റപ്പെടുത്തുന്നത്? അച്ഛനെ കുറ്റപ്പെടുത്തു. കാരണം എന്താ? അച്ഛൻ അങ്ങനെ പറയാൻ പാടില്ല, ഇല്ലേ? ഇതുതന്നെയാണ് പലപ്പോഴും അമ്മ ഈ കണ്ണുനീർ ഒഴുക്കുന്നതിൻ്റെ കാരണം എന്താ? നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടത് ആരുടെ രൂപത്തിലാണ്? ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും. ഛായ എന്ന് പറഞ്ഞാൽ കുടിക്കുന്നതല്ല കേട്ടോ. ദൈവത്തിൻ്റെ രൂപത്തിലാണ്. അതുകൊണ്ട് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് പറഞ്ഞ് മണ്ണുകൊണ്ട് മെനഞ്ഞ് ആദത്തെ മെനഞ്ഞെടുത്തു, ഇല്ലേ? അപ്പോൾ മനുഷ്യനെ സൃഷ്ടിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ഛായ, ദൈവത്തിൻ്റെ സാദൃശ്യം, ദൈവത്തിൻ്റെ രൂപം ആരിലുണ്ട്? മനുഷ്യരിലുണ്ട്. പൗലോസ്ലീഹ അതുകൊണ്ട് എഴുതി വെക്കുന്നത്, നീ ദൈവത്തിൻ്റെ ആലയമാകുന്നു, ദൈവാത്മാവ് നിന്നിൽ വസിക്കുന്നു, അല്ലേ? ദൈവാത്മാവ് നിന്നിൽ, പരിശുദ്ധാത്മാവ് നിന്നിൽ വസിക്കുന്നു, അതുകൊണ്ട് നീ ദൈവത്തിൻ്റെ ആലയമാകുന്നു. അതായത് നീ ദൈവത്തിൻ്റെ അതേ സ്വഭാവ. ദൈവത്തിന് പാപം ചെയ്യാൻ കഴിയുമോ? ദൈവം പാപം ചെയ്യുമോ? ഇല്ല, ദൈവം ഒരിക്കലും പാപം ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം പാപം ചെയ്യില്ലെങ്കിൽ ദൈവത്തിന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനും പാപം ചെയ്യരുത്. അങ്ങനെ പാപം ചെയ്യുന്നത് കൊണ്ടാണ് മറിയം കണ്ണുനീർ വാർക്കുന്നത്, കരയുന്നത്. രക്തക്കണ്ണീർ പലപ്പോഴും മറിയത്തിലെ കണ്ണുകളിൽ നിന്ന് രക്തക്കണ്ണീർ ഒഴുക്കുന്നത്. ദൈവത്തിന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട എൻ്റെ ഈ മക്കൾ ദൈവത്തെ പോലെ ജീവിക്കുന്നതിന് പകരം ദൈവത്തിന് വിപരീതമായിട്ട് ജീവിക്കുകയാണ്. അത് കാണുമ്പോൾ ഈ അമ്മ കരയും. മക്കളെ, ഒരിക്കല് മറിയം പ്രത്യക്ഷപ്പെട്ട ഒരു സംഭവം ഞാൻ പറയാം. 1846 സെപ്റ്റംബർ 19 ഫ്രാൻസിലെ ലാസ്ലേറ്റിൽ മറിയം പ്രത്യക്ഷപ്പെടുമ്പോൾ മറിയം കരയുകയാണ്. മറിയം അവിടെ 2 കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അതായത് മെലാനി കൽവാട്ട് എന്ന് പറയുന്ന ഒരു 14 വയസ്സുകാരനും മാക്സ്മിൻ കെരാട്ടിൻ എന്ന് പറയുന്ന 11 വയസ്സ്, അങ്ങനെ 2 കുട്ടികൾക്ക് ഈ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ അമ്മ ധരിച്ചിരുന്ന വസ്ത്രം ആ നാട്ടിലെ കർഷക സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രം, ആ ഒരു വസ്ത്രത്തിന്റെ ആ ധരിച്ച രൂപത്തിലാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് അമ്മ കരയുക. അപ്പോൾ അമ്മ പറയുന്നത്, ഈ കുഞ്ഞുങ്ങളോട് പറയുന്നത് എങ്ങനെയാ? തൻ്റെ മക്കൾ തൻ്റെ മുന്നറിയിപ്പ് ശ്രവിക്കാതിരുന്നാൽ തൻ്റെ പുത്രന്റെ കരങ്ങൾ തനിക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കാതെ വരുമെന്ന് അമ്മ പറഞ്ഞേ. ഈ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് കുഞ്ഞുങ്ങളോട് പറയാം, മക്കളെ, നിങ്ങളിത് ലോകത്തോട് പറയേണ്ടതാ. തൻ്റെ മക്കൾ, ഈ ലോകത്തിലെ, ഈ ഭൂമിയിലെ മക്കൾ തൻ്റെ മുന്നറിയിപ്പ്, മറിയത്തിലൂടെ ലഭിച്ച മുന്നറിയിപ്പ്, സ്വർഗത്തിലൂടെ ലഭിച്ച മുന്നറിയിപ്പ് അവഗണിക്കുമ്പോൾ, നീ കേൾക്കാതിരിക്കുമ്പോൾ തൻ്റെ പുത്രന്റെ കരങ്ങൾ, യേശുവിന്റെ കരങ്ങൾ തനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുമെന്ന്. തൻ്റെ പുത്രന്റെ കൈ പിന്നെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. നീ പാപത്തിൽ വീഴുമ്പോൾ നിന്നെ ശിക്ഷിക്കാൻ കർത്താവ് കര ഉയർത്തുമ്പോൾ ആ കരത്തെ താഴ്ത്താൻ അമ്മയ്ക്ക് കഴിയില്ലെന്നാ അമ്മ പറയുന്നേ. അതുകൊണ്ട് എൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ രൂപത്തിലാണ് നമ്മൾ. മനസ്സിലായോ? അറിഞ്ഞുകൊണ്ട്, അറിയാതെ സംഭവിക്കും, അറിഞ്ഞുകൊണ്ട് പാപത്തിൽ വീഴാതിരിക്കുക. ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാമെങ്കിൽ അത് വീഴാതിരിക്കുക. ഉദാഹരണം പറഞ്ഞാൽ, തീയിൽ പിടിച്ചാൽ പൊള്ളുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞാൻ പിടിക്കാതിരിക്കുന്നേ, ഇല്ലേ? തീയിൽ പിടിച്ചാൽ പൊള്ളും. അതുപോലെ തന്നെ
പാപത്തെ ഇത് ചെയ്യുന്നത്, ഞാനൊരു ചെയ്യുന്നൊരു പ്രവൃത്തി പാപമാണെന്ന് എനിക്ക് അറിയാമെങ്കിൽ അത് ചെയ്യാതിരിക്കുക. അങ്ങനെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്നിൽ ലഭിച്ച ദൈവ അനുഭവം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇന്ന് നമ്മൾ തുടക്കത്തിൽ കേട്ട ആ വചനഭാഗത്തിൽ ലൂക്ക 8:12 എടുക്കാമോ? ലൂക്ക 8:12 നമ്മൾ തുടക്കത്തിൽ കേട്ട വചനഭാഗമാണ്. അതായത് ഒരു 4 സ്ഥലങ്ങളെ പറ്റിയില്ലേ? വിത്ത് വിതച്ചു, മണ്ണിൽ വിതച്ചു ഇല്ലേ, നല്ല മണ്ണിൽ വിതച്ചു, പാറപ്പുറത്ത് വിതച്ചു, മുൾച്ചെടിയിൽ കടയിൽ വിതച്ചു, പിന്നെ വഴിയരികിൽ വിതച്ചു ഇല്ലേ. 4 മണ്ണിൽ വിതച്ച വിത്തുകളെ പറ്റിയുള്ള ഒരു ഉപമ കർത്താവ് പറയുക. അതിൽ ലൂക്ക 8:12 പറയുന്നത് ഇങ്ങനെയാണ്: ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കുവാൻ പിശാച് അവരിൽ നിന്ന് വിതച്ച വചനം എടുത്ത് കളഞ്ഞു. നിനക്കൊരു ദൈവാനുഭവം ലഭിച്ചപ്പോൾ ആ ദൈവാനുഭവത്തിൽ നീ ജീവിച്ച് സ്വർഗത്തിൽ എത്താതിരിക്കാൻ പിശാച് നിന്നിൽ നിന്ന് ആ ദൈവാനുഭവം എടുത്തു കളഞ്ഞു. അപ്പോഴാണ് ഞാനും നിങ്ങൾ പാപത്തിൽ വീഴുന്നത്. ഞാനൊരു വചനം കേൾക്കുമ്പോൾ, ഞാനൊരു കുർബാനയിലായിരിക്കുമ്പോൾ, ഞാനൊരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അതുവഴി എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്താനുള്ള ഒരു മാർഗം ഞാൻ തുറന്നിടുന്ന സമയത്ത് സ്വർഗത്തിൽ എത്താതിരിക്കാൻ വേണ്ടി പിശാച് എന്നിൽ ലഭിച്ച ദൈവാനുഭവം നഷ്ടപ്പെടുത്തി കളയുകയാണ്. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, എപ്പോഴും ശ്രദ്ധിക്കണം. അതുകൊണ്ട് വീണ്ടും വചനം പറഞ്ഞത് 1 പത്രോസ് 5:8 1 പത്രോസ് 5:8 നല്ലൊരു താക്കീത് വിശുദ്ധ പത്രോസിലേക്ക് തരുന്നുണ്ട്. 1 പത്രോസ് 5:8 വചനം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. നിങ്ങളുടെ ശത്രുവായ പിശാച്, മനസ്സിലായോ? ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന്. അതായത് പിശാച് പിടിക്കാൻ ആഗ്രഹിക്കുന്നത് ആരെയെന്നറിയാമോ? പാപത്തിൽ വീഴുന്നവരല്ല, പാപത്തിൽ ജീവിക്കുന്നവരല്ല, പിന്നെയോ വിശുദ്ധിയിൽ ജീവിക്കുന്നവരാ. കാരണം എന്താ? പാപത്തിൽ ജീവിക്കുന്നവർ ഓൾറെഡി അവൻ്റെ കയ്യിലാണ്, ഇനി അവനെ പിടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? എന്നാൽ വിശുദ്ധിയിൽ ജീവിക്കാൻ എൻ്റെ കൊച്ചെ നീ ഒന്ന് ആഗ്രഹിച്ചു നോക്ക്, ഒടുക്കത്തെ പ്രലോഭനം നിന്റെ ജീവിതത്തിൽ വരും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, മകനെ നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പിടുന്നതിന് മുൻപ് പ്രലോഭനങ്ങളെ അതിജീവിക്കണമെന്നാണ്. നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പിടുക, അതായത് നീ ദൈവത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുക, നിനക്ക് ഒരു ദൈവാനുഭവം ലഭിച്ചു, നീ അതിലെ ജീവിക്കാം, ഇനി മരണം വരെ ഞാൻ പാപത്തിൽ വീഴില്ല, ഈശോ എനിക്ക് വേണം, ഈശോയെ സ്നേഹിക്കണം, ഞാൻ കുർബാന മുടക്കില്ല, ഞാൻ പാപത്തിൽ വീണാൽ കുമ്പസാരിക്കും, ഞാൻ എന്നും എൻ്റെ വീട്ടിൽ പ്രാർത്ഥന നടത്തും, എല്ലാ ദിവസവും ഞാനൊരു 7:30 ഞാൻ മുടങ്ങാതെ എൻ്റെ കുടുംബത്തിൽ പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ നീ തീരുമാനിക്കുമുണ്ടല്ലോ, എല്ലാ ദിവസവും നീ 7:30 കുടുംബത്തിൽ പ്രാർത്ഥിക്കുമെന്ന് നീ തീരുമാനമെടുക്കുമ്പോൾ 7:30 ഒരിക്കലില്ലാത്തതുള്ള തിരക്കുണ്ടാവും. മനസ്സിലായോ? 7:30 പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്തു, കൃത്യമായ 7:25 വരെ ഒരു കുഴപ്പമില്ല, കൃത്യം 7:30 ആകുമ്പോൾ ലോകത്തെങ്ങും ഇല്ലാത്തൊരു തിരക്ക് അന്നേരം സംഭവിക്കും. കാരണം എന്താ? ഈ അനുഭവം നഷ്ടപ്പെടുത്താൻ പിശാച് അലർന്ന സിംഹത്തെ പോലെ വരുന്നയാ പ്രലോഭനം കൊണ്ട്. വീണ്ടു പോകരുത് മക്കളെ, പിശാചിൻ്റെ കയ്യിൽ ഒരു കളിപ്പാട്ടം ആകരുത് നമ്മൾ. ഹല്ലേലൂയ. നമുക്ക് ഈ ഒരു ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കാം. നമ്മൾ പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിച്ച് പോവുകയായിരുന്നു. പരിശുദ്ധ അമ്മയെ പിശാച് പല പ്രാവശ്യം പിടിക്കാൻ നോക്കി, ഇല്ലാതാക്കാൻ നോക്കി. മനസ്സിലായോ? പക്ഷേ അവിടെ എല്ലാം പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. നമ്മൾ മാമോദീസ വേളയിൽ നമ്മൾ പലപ്പോഴും പറയുന്നൊരു വിശ്വാസം ഉണ്ടല്ലോ, ഒരു വിശ്വാസ പ്രഖ്യാപനം: സാത്താനെ ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നു, മിശിഹായെ ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. അത് മരണം വരെ എടുത്തോണം. ആ തീരുമാനം എടുത്തോണം. പ്രലോഭനം വരും മക്കളെ, പ്രലോഭനമൊക്കെ വരും, അത് ആർക്കാണെങ്കിലും വരും. അത് നിങ്ങൾക്ക് മാത്രമല്ല, മാർപ്പാപ്പയ്ക്ക് വരെ പ്രലോഭനം വരും. നിങ്ങൾ വിചാരിക്കരുത് മാർപ്പാപ്പ എന്ത് വിശുദ്ധിയിലാണ് ജീവിക്കുന്നത്. ശരിയാ, മാർപ്പാപ്പ വിശുദ്ധിയിൽ ജീവിക്കുന്നതിൻ്റെ കാരണം മാർപ്പാപ്പ അത്രമാത്രം പിശാചിനെതിരെ യുദ്ധം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധിയിൽ ജീവിക്കുന്നത്. നമുക്ക് യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ തോറ്റു പോകുന്നതിൻ്റെ കാരണം എന്താ? നമുക്ക് പലപ്പോഴും ഈ വിശുദ്ധി കുറഞ്ഞു പോകുന്നുണ്ടാണ് പലപ്പോഴും നമ്മൾ യുദ്ധം ചെയ്യുമ്പോഴൊക്കെ തോറ്റു പോകുന്നത്.
ഉള്ളിലെ വിശുദ്ധി കളയരുത്. പാപത്തിനെതിരെ നോ പറയണം. ദൈവാനുഭവം അനുസരിച്ച്, ലഭിച്ച ദൈവാനുഭവം അനുസരിച്ച് മുമ്പോട്ട് ജീവിക്കണം. ഞാനൊരു വാക്ക് സംസാരിക്കുമ്പോഴും, ഞാനൊരാളെ കാണുമ്പോഴും, ഞാൻ ഒരാളോട് ഇടപെടുമ്പോഴും ദൈവത്തിന് നിരക്കാത്തത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ദൈവത്തിന് നിരക്കാത്തത് ഉണ്ടാകരുത്. നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾ, ഈ ഒരു അപേക്ഷകളൊക്കെ വിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ അടുക്കിലേക്ക് നമുക്ക് യാത്രയാകാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി.